ഞാൻ DMKക്കും സ്റ്റാലിനുമാണ് വോട്ട് ചെയ്യുന്നത്. എന്റെ വോട്ട് ഉദയസൂര്യനാണ്. എനിക്ക് വോട്ട് ഇലക്ഷന് വന്നപ്പോൾ മുതൽ അന്നു മുതൽ ഞാൻ രജനിക്കാണ്. വിജയ്, ഞങ്ങൾ വിജയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നു. ഈ തവണ ഉറപ്പായും മാറ്റി തന്നെ വോട്ട് ചെയ്യും. നമുക്കൊരു മാറ്റം വേണമല്ലോ. അതൊരു ഭ്രാന്തമായ സ്നേഹമാണ്. ഒന്ന് TVK, ഒന്ന് DMK. വിജയ്ക്ക് വോട്ട് ഇടും. ഹലോ, കൗണ്ട് ഡൗൺ തമിഴ്നാട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുകയും നിരവധി ആളുകളോട് സംസാരിക്കുകയും ചെയ്തു. ഇതൊരു വളരെ സങ്കീർണമായ തിരഞ്ഞെടുപ്പാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ അതോ ഇല്ലയോ? ഒരു പുതിയ സ്ഥാനാർത്ഥിക്ക് വോട്ടുകളായി മാറുന്ന യഥാർത്ഥ താരപരിവേഷം ഉണ്ടോ ഇല്ലയോ? സുരക്ഷാ പ്രശ്നങ്ങളിൽ സ്ത്രീകൾ അസ്വസ്ഥരാണോ അതോ അവർക്ക് ലഭിക്കുന്ന സൗജന്യങ്ങളിൽ അവർ സന്തുഷ്ടരാണോ? ജാതിയുണ്ടോ? തമിഴ്നാട്ടിൽ ജാതി ഒരു വിഷയമാണോ അല്ലയോ? സങ്കീർണമായ പല പ്രശ്നങ്ങളുമുണ്ട്. നമ്മൾ അവയെ ആഴത്തിൽ പരിശോധിക്കും. ആരാണ് വിജയിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഉത്തരം ഈ പ്രതിഭാശാലികൾ നിങ്ങൾക്ക് നൽകും. പക്ഷേ ആദ്യം തമിഴ്നാട്ടിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തമിഴ്നാട്ടിൽ കഴിഞ്ഞ 40-ലധികം വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകൾ നോക്കുകയാണെങ്കിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അത് ജയലളിതയായിരുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെ പുറത്താക്കി. കരുണാനിധി വന്നു, പിന്നെ അദ്ദേഹത്തെ പുറത്താക്കി, പിന്നെ ജയലളിത തിരിച്ചു വന്നു. അതങ്ങനെ തുടർന്നു പോയി. അകത്ത് പുറത്ത്, അകത്ത് പുറത്ത്, അകത്ത് പുറത്ത്. വെമ്പിച്ച ഭരണവിരുദ്ധ വികാരം. അവസാനത്തേതിന് മുൻപുള്ള തെരഞ്ഞെടുപ്പ് ഒഴികെ അതിൽ ജയലളിത തുടർച്ചയായി 2 തവണ വിജയിക്കുകയും ആ റെക്കോർഡ് തകർക്കുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റാലിനാണ് അധികാരത്തിൽ. അദ്ദേഹം അത് തന്നെ ചെയ്യുമോ? അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ അതോ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കുമോ? യഥാർത്ഥത്തിൽ നിങ്ങൾ പലതരം ഭരണവിരുദ്ധ വികാരങ്ങൾ നോക്കുകയാണെങ്കിൽ സർക്കാരുകൾക്ക് ശരിക്കും ഭരണവിരുദ്ധ വികാരമുണ്ട്. സർക്കാരുകളുടെ ശക്തമായ ഭരണവിരുദ്ധ വികാരം. തിരികെ തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു 27% സാധ്യതയുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പുറത്താക്കപ്പെടാനുള്ള 73% സാധ്യത. MLA-മാരുടെ കാര്യത്തിൽ, സിറ്റിംഗ് MLA-മാരുടെ കാര്യത്തിൽ അതൊരു നാമമാത്രമായ ഭരണവിരുദ്ധ വികാരമാണ്. 41% MLA-മാർ നിയമസഭയിലേക്ക് തിരിച്ചു വരുന്നു. അതിനർത്ഥം 59% പേർ തിരികെ വരുന്നില്ല എന്നാണ്. അതും ഭരണവിരുദ്ധ വികാരമാണ്. പക്ഷേ സർക്കാരുകളെ പുറത്താക്കുന്നത്ര ശക്തമല്ല. ഇവിടുത്തെ പ്രധാന ചോദ്യം DMKയും AIDMKയും എന്നീ 2 പാർട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്നതാണ്. ഇപ്പോൾ ഒരു പ്രധാന 3ാം ശക്തി ഉയർന്നു വരുന്നുണ്ട്. വിജയ് താരം, സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന് വലിയ റാലികളും വലിയ വികാരവും ആവേശവുമുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്, അത് വോട്ടുകളായി മാറുമോ? കൂടാതെ മുൻപ് AIDMKയ്ക്ക് മുഴുവനായി ലഭിക്കുമായിരുന്ന ഭരണവിരുദ്ധ വോട്ടുകളെ അത് വിഭജിക്കുമോ? അപ്പോൾ വിജയ് AIDMKയുടെ വോട്ടുകൾ പിടിക്കുമോ? ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമുള്ള ധാരാളം വോട്ടർമാരോട് ഞങ്ങൾ ചോദിച്ചു ഇന്നത്തെ ജനവികാരം എന്താണെന്ന്. കൂടാതെ ഒരു മാറ്റത്തിനുള്ള ജനവികാരത്തിൻ്റെ സൂചനയുണ്ടായിരുന്നു. എന്നാൽ അതിൽ കുറച്ചോ അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗമോ AIDMKയിലേക്കല്ല, വിജയ്ക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതാണ് നിർണായകം. ഒരു മാറ്റത്തിനുള്ള മനോഭാവവും ഭരണവിരുദ്ധ വികാരവും ഉണ്ടെങ്കിൽ പോലും ആ ഭരണവിരുദ്ധ വികാരം കൃത്യം പകുതിയായി വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. DMKയെ സഹായിച്ചേക്കാവുന്ന ഒരു പ്രധാന ഘടകമാണത്. തിരുപ്പൂരൂർ എന്നു പേരുള്ള ഒരു ബെൽവെദർ മണ്ഡലത്തിലേക്ക് ഞങ്ങൾ പോയി. ബെൽവെദർ എന്നതിനർത്ഥം തിരുപ്പൂരൂർ സീറ്റിൽ ആരാണോ ജയിച്ചത് അവർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൊത്തത്തിലുള്ള സംസ്ഥാന തലത്തിലും ജയിച്ചു. കഴിഞ്ഞ 11 തെരഞ്ഞെടുപ്പുകളിൽ 9ലും ഒരേ വിജയിയായിരുന്നു. അതുകൊണ്ടാണ് അതിനെ ബെൽവെദർ എന്ന് വിളിക്കുന്നത്. കേൾക്കൂ അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന്. എനിക്ക് വിജയിനെ ഇഷ്ടമാണ്. MGR. അതിനുശേഷമാണ് ജയലളിത. അവർക്കൊക്കെ ഞങ്ങൾ MGRനെ വെച്ചാണ് വോട്ട് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ആ ചിഹ്നം ആയതുകൊണ്ട്. ADMK. വിജയ്ക്ക് വോട്ട് ചെയ്യോ? സ്റ്റാലിന് വോട്ട് ചെയ്യോ? അതെ, വിജയ്ക്ക് തന്നെ വോട്ട് ചെയ്യും. വിജയ്ക്ക് തന്നെ ഫുള്ളായിട്ട് വിജയ്. വിജയ് ഫുൾ ഫാമിലി വിജയ് തന്നെ. DMK വന്ന് ഡാഡി മമ്മി അവരൊക്കെയാണ്. യങ് ബോയ്സ് എല്ലാവരും DMK ഒന്നുമല്ല, വിജയ് ഉള്ളി. തമിഴ്നാട് TVK.
രണ്ടിലും DMK ADMK എല്ലാം നോ. DMK ADMK വോട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രയോജനമല്ല. ഞങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രമാണ്. ഓട്ടോ ഓടിക്കുന്നു, ഞങ്ങൾക്ക് ഗ്യാസ് റേറ്റ് കൂടുതലാണ്, ബസ് ഫ്രീ ബസ്സാക്കി, ഞങ്ങളെ കൊണ്ടൊന്നും സമാളിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പുതിയ ഭരണം വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. പുതിയ ഭരണം ഇലക്ഷൻ കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരെയും വന്ന് കുറച്ചൊന്ന് നോക്കണം. ഈ ഭരണം ഒരു ശരിയല്ലെങ്കിൽ അടുത്ത ഭരണത്തിൽ ഞങ്ങൾ ആളെ മാറ്റും. 5 വർഷം DMK തമിഴ്നാടിനെ കുട്ടിച്ചോറാക്കി വെച്ചിരിക്കുകയാണ്. ഒരു പെണ്ണ് പോലെ സമാധാനമായി ജീവിക്കാൻ പറ്റുന്നില്ല. വേറെ ഏത് ഭരണം വന്നാലും കുഴപ്പമില്ല. എന്നാൽ DMK വിജയകാന്ത് രണ്ടിലേത് വന്നാലും കുഴപ്പമില്ല. ഭരണം തിരിച്ചു പിടിക്കാൻ കാശും കൊടുത്തു വാങ്ങിയ ആര് എത്ര എമൗണ്ട് കൊടുക്കുന്നോ ആ ഭാഗത്തു നിന്ന് വാങ്ങുകയാണല്ലോ. വെറുതെ ഒന്ന് എക്സലിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടല്ലോ. പുതുതായി വന്ന് മക്കൾക്ക് നല്ലത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഇത് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് വ്യക്തമായും ഒരു ഭരണവിരുദ്ധ വികാരമാണ്. അത് മിക്ക തിരഞ്ഞെടുപ്പുകളിലും യഥാർത്ഥത്തിൽ സാധാരണമാണ്. പക്ഷെ അന്തിമഫലത്തിൽ അതെങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വളരെ വ്യക്തമാണ്. ഈ പ്രത്യേക തെരഞ്ഞെടുപ്പിൽ വിജയാണ് എക്സ് ഫാക്ടർ. അദ്ദേഹം ആരുടെ വോട്ടുകളാണ് ചോർത്താൻ പോകുന്നത് എന്നതാണ് വലിയ ചോദ്യം. അത് ADMK സഖ്യത്തിന്റെയാണോ അതോ DMK സഖ്യത്തിന്റെയാണോ എന്നത്, അതാണ് വലിയ കാര്യം. കൂടാതെ നമ്മൾ താഴെത്തട്ടിൽ കാണുന്ന ഈ വലിയ ആരാധക വൃന്ദത്തിന് ആ പ്രത്യേക ദിവസം വോട്ടുകളായി മാറാൻ കഴിയുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഏത് വഴിക്ക് പോകുമെന്ന് നിർണ്ണയിക്കുന്ന വലിയ ചോദ്യമായിരിക്കും. ശരി ദുറാബ്, നിങ്ങളുടെ എല്ലാ പഠനങ്ങളിലും ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പുകളിലെ ഒരു സാധാരണ ഘടകമാണ്. ഒരുപക്ഷെ ഇവിടെ അത് സാധാരണയേക്കാൾ അല്പം കൂടുതലായിരിക്കാം. പക്ഷേ ഇത് ഇന്ത്യയിൽ ഉടനീളമുണ്ട്. നിങ്ങൾക്കറിയാമോ, ലോക്സഭ 19, അസംബ്ലി 21, ലോക്സഭ 24 എന്നിവയിൽ ഒരു പാർട്ടി തോൽക്കുന്നത് ഇതാദ്യമായാണ്. കൂടാതെ OPEPS അദ്ദേഹത്തിന് ശേഷിക്കുന്നവരിൽ ഒരുപാട് പേരെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്കും അറിയില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഫീൽഡിൽ ഉണ്ടായിരുന്നില്ല, ഞാൻ വൈകിയാണ് വന്നത്. പക്ഷേ ഭരണകക്ഷിയുടെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് എനിക്കറിയില്ല. കൂടാതെ വിജയുടെ കാര്യത്തിലും കഴിഞ്ഞ ദിവസം നിങ്ങൾ മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ആളുകളെ ബൂത്തുകളിലേക്ക് എത്തിക്കണം. എത്ര പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്? അവരുടെ ബൂത്തുകൾ എവിടെയാണെന്ന് അവർക്കറിയാമോ? അതിനാൽ നിങ്ങൾക്ക് ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമാണ്. ശരിയാണ്. ആളുകളെ ബൂത്തുകളിൽ എത്തിക്കാനും അവർ എവിടെയാണെന്ന് കണ്ടെത്താനും. കാരണം നമ്മളിൽ ഭൂരിഭാഗം പേരും അവിടെയാണ് കേഡർ അധിഷ്ഠിത പാർട്ടികൾക്ക് നേട്ടമുണ്ടാകുന്നത്. അതെ, അത് ശരിയാണ്. പുതുതായി രജിസ്റ്റർ ചെയ്ത ചെറുപ്പക്കാർക്ക് ബൂത്ത് എവിടെയാണെന്നോ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നോ പോലും അറിയണമെന്നില്ല. ശരിയാണ്. ശിഖ, നിങ്ങൾക്ക് എന്തു തോന്നി? നിങ്ങൾ 100 കണക്കിന് ആളുകളുമായി സംസാരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊതുവായ ഒരു മാനസികാവസ്ഥയായി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? അതുകൊണ്ട് അതെ, ഒരു മാറ്റത്തിനുള്ളതാണ് ഈ മാനസികാവസ്ഥയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട്. പിന്നെ എപ്പോഴൊക്കെ അവർ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നോ അപ്പോഴൊന്നും അവർ ശരിക്കും AIADMK കുറിച്ചല്ല, മറിച്ച് വിജയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ DMK നേതാക്കൾ AIADMKയേക്കാൾ കൂടുതൽ DMK നേതാക്കൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടുമെന്ന് ഇതിന് അർത്ഥമില്ല എന്ന കാര്യം ഊന്നി പറയാൻ പാടുപെടുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, കാരണം ഇവരൊക്കെ ആരാധകരാണ്, അത് വോട്ടുകളായി മാറില്ല. പിന്നെ ചില ആളുകൾ, ചില ചെറുപ്പക്കാർ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങളുടെ മാതാപിതാക്കളെയും കുടുംബത്തിലെ മുതിർന്നവരെയും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. വോട്ട് ചെയ്യാനും. അതെ, ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു യുവതിയെയും അവളുടെ അമ്മയെയും കണ്ടു. ആ യുവതി അവളുടെ IT പ്രൊഫഷണലാണ്. പിന്നെ അവൾ പറയുന്നു, ഞാൻ വിജയിന് വോട്ട് ചെയ്യാൻ പോവുകയാണ്, എനിക്കൊരു മാറ്റം വേണം. അപ്പോൾ അമ്മ ഉടൻ തന്നെ ചൂണ്ടിക്കാണിച്ചു, നീ ഒരു IT പ്രൊഫഷണൽ ആയത് DMK നിനക്ക് നൽകിയ സ്കോളർഷിപ്പ് കാരണമാണെന്ന്. ശരി. അതുകൊണ്ട് അവർ DMKക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. എനിക്ക് ആ പ്രയോഗം വളരെ ഇഷ്ടപ്പെട്ടു. അമ്മമാരും അച്ഛന്മാരും DMKക്ക് വോട്ട് ചെയ്യും, പക്ഷെ ഞങ്ങൾ വിജയിനാണ് വോട്ട് ചെയ്യുക എന്ന് ആ ആളുകൾ പറഞ്ഞത്. പക്ഷെ പ്രധാന കാര്യം ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം വിഭജിക്കപ്പെടും എന്നതാണ്. അതാണ് പ്രതിപക്ഷ ഐക്യത്തിൻ്റെ സൂചിക. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പകുതി വിജയിനും മറുപകുതി AIADMKക്കും ലഭിച്ചാൽ അത് DMKയെ വളരെയധികം സഹായിക്കും. ഒന്ന് കൂടുകയും മറ്റേത് കുറയുകയും ചെയ്താൽ അത് DMKക്ക് എതിരാകും. അതുകൊണ്ട് ഇത് വളരെ വളരെ കൗതുകകരമായ ഒരു തിരഞ്ഞെടുപ്പാണ്. വിജയ് അത് എങ്ങനെ വിഭജിക്കാൻ പോകുന്നു എന്നുള്ളത്. നിങ്ങളുടെ വിജയെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം.
അതൊരു ഭ്രാന്തമായ സ്നേഹമാണ്. പക്ഷെ ഇപ്പോൾ അതൊരു ഫാൻഡമായി മാറിയിരിക്കുന്നു. ഫാൻഡം വോട്ടുകളായി വോട്ടുകൾ അദ്ദേഹത്തെ ഒരു CM ആക്കും. മുൻപ് ജയലളിതയും വന്നിരുന്നു. അവർ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. വിജയകാന്ത് ഉണ്ടായിരുന്നു. അദ്ദേഹവും ജനങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. ഇപ്പോൾ അവരില്ലാത്തത് കൊണ്ടാണ് വിജയാനൻ വന്നിരിക്കില്ല എന്ന് ഞങ്ങൾ കരുതുന്നു. അദ്ദേഹം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ വോട്ട് ചെയ്യണം. നമ്മളൊരു അവസരം നൽകിയാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് അദ്ദേഹത്തിന് ഒരു അവസരം നൽകാം. അദ്ദേഹം വന്നാൽ നല്ലതാണ്. ഞങ്ങളുടെ വീട്ടിലെ 20 വോട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷെ മെയിൻ TVK? യെസ്, BMK. Now on to Vijay with a fan and a Vijay Rompupikkum. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നടൻ എന്ന പദവിയിൽ വന്നിട്ട് അദ്ദേഹം വരണം എന്ന് എനിക്കൊരു ചിന്തയുണ്ട്. അത് വേറെ. ഇഫ് ഒരു വ്യക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ സപ്പോർട്ടായി നിൽക്കണം. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. സപ്പോർട്ട് ചെയ്യും, തീർച്ചയായും വിജയിനെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊരു മാറ്റം വേണം. തലൈവർ വിജയ്ക്ക് TVK. എന്റെ അണ്ണന് ഞാൻ വോട്ടിടും. അദ്ദേഹം വരും, CM ആയി വരും. അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേയും ഞാൻ വോട്ടിടും. ആ 3 വർഷത്തെ ഭരണം വരണം. ആദ്യത്തെ വോട്ട് തലൈവർക്ക് തന്നെ. നല്ല മെച്ചപ്പെട്ടതായി തോന്നുന്നു. വിജയുള്ളത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. പിള്ളേർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് ചെയ്യും. അതാണ് യംഗർ സ്റ്റൈൽ വിജയ്. ഞാൻ ഇതുവരെ എല്ലാ പാർട്ടിക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം തീർച്ചയായും ഒരു മാറ്റത്തിന് വേണ്ടി തന്നെ വോട്ട് ചെയ്യും. തീർച്ചയായും അദ്ദേഹം ചെയ്യും, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് പറയുന്നു വിശ്വസിക്കാമെന്ന്. ആ ഒരു ട്രസ്റ്റ് തന്നെ, വേറെ വഴിയില്ല. ദളപതി വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അദ്ദേഹത്തെയാണ് ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം, വിജയ്. അതെ, യുവാക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും. അവർ നല്ലത് ചെയ്യുമെന്ന് ഉറപ്പായും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവർ വോട്ടിന് വരും, മുഖ്യമന്ത്രി വരും. ഞാൻ പറയുന്നത് DMK എല്ലാ കാലത്തും അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ്. AADMK അവർ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്കൊരു നേതാവില്ല. വിജയിന്റെ പാർട്ടി പുതിയതാണ്. അദ്ദേഹം ഒരു നേതാവാണ്, പക്ഷെ അവർക്ക് പിന്തുണയില്ല. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ 2 പാർട്ടികളും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് സംഘടനാ സംവിധാനങ്ങളുണ്ട്, പക്ഷെ വിജയിന്റെ പാർട്ടി അദ്ദേഹം അവർക്കൊരു നേതാവുണ്ട്, പക്ഷെ അവർക്ക് സംഘടനാ സംവിധാനങ്ങളില്ല. അതുകൊണ്ട് അവസാനം അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അറിയാമല്ലോ, ഓരോ 2-3 പതിറ്റാണ്ടുകൾ കൂടുമ്പോൾ തമിഴ്നാടിൻ്റെ ചക്രവാളത്തിൽ ഒരു താരമുദിക്കും. ഇത്തവണ അത് വിജയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തും നിങ്ങളിലും MDMKയിലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നോക്കൂ, നിങ്ങൾക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല വിജയിനെ ശ്രീ MGRമായി. ഇല്ല, MGR വേറെ ക്ലാസ്സാണ്. അതെ, അദ്ദേഹം ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത്. മിസ്റ്റർ വിജയകാന്ത്, അതെ, പിന്നെ മിസ്റ്റർ കമൽ ഹാസൻ. വലിയ റാലികൾ, അവർ അദ്ദേഹത്തിൻ്റെ വലിയ റാലികൾ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം, പക്ഷെ അദ്ദേഹം ഒരു വലിയ താരമാണ്. വിജയ് ഒരു വലിയ താരമാണെന്നും ആളുകൾ തീർച്ചയായും അദ്ദേഹത്തെ പോയി കാണാൻ ആഗ്രഹിക്കുമെന്നുമുള്ള വസ്തുത എനിക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ BTS ഇന്ത്യയിൽ വന്നാൽ ആൾക്കൂട്ടം ശരിക്കും നിങ്ങൾക്കറിയാലോ നിയന്ത്രിക്കാൻ കഴിയാത്തതായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് വോട്ടായി മാറുമെന്നാണോ അതിനർത്ഥം? എനിക്ക് ഉറപ്പില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് നിങ്ങളെയാണോ അതോ ADMKയാണോ കൂടുതൽ ദോഷകരമായി ബാധിക്കുകയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നോക്കൂ, നമ്മൾ തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയും വോട്ടുകൾ എണ്ണുകയും ചെയ്യണം. അതിനുശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് ശരിക്കും നിങ്ങൾക്കറിയാമോ, അവരുടെ കേഡർമാരെ ഫീൽഡിൽ കാണാൻ കഴിയുന്നില്ല. കാരണം ഞാൻ തമിഴ്നാട്ടിലുടനീളം യാത്ര ചെയ്യുകയായിരുന്നു. പിന്നെ എനിക്ക് നിങ്ങൾക്കറിയാമോ, TVK അംഗങ്ങളെ സംസ്ഥാനത്ത് എവിടെയും നിങ്ങൾക്കറിയാമോ ഫീൽഡിൽ താഴെത്തട്ടിൽ ജോലി ചെയ്യുന്നതായോ നിങ്ങൾക്കറിയാമോ ആളുകളെ കാണുന്നതായോ അല്ലെങ്കിൽ അക്കാര്യത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നതായോ കാണാൻ കഴിയുന്നില്ല. എൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും ഒരു വിജയിനെ കുറിച്ചും ഒരു പരാമർശവുമില്ല. ഓ, അപ്പോൾ നിങ്ങൾ പരാമർശിക്കാറില്ലേ? ഇല്ല, ഒരു തവണ പോലും ഇല്ല. അങ്ങനെയെങ്കിൽ അയാൾ വളരെ നന്നായി ചെയ്തേക്കാം. അതോടെ അതിൻ്റെ അവസാനവുമാകും. ഇല്ല, അത് തന്നെയാണ് പ്രധാന കാര്യം. അതുകൊണ്ട് DMK എന്നാൽ മുഴുവനായും DMK തന്നെയാണ്. ശരി, വിജയ് ഒരു രാഷ്ട്രീയ പുതുമുഖമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് പിന്തുണയുണ്ട്. അദ്ദേഹത്തിന് ഒരു ആരാധക വൃന്ദമുണ്ട്. ഞങ്ങൾ ചുറ്റിക്കറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒരു ആരാധക വൃന്ദമുണ്ട്. കന്നി വോട്ടർമാർക്ക് അദ്ദേഹത്തോടാണ് ചായ. പിന്നെ കന്നി വോട്ടർമാർ ഞാൻ ഉദ്ദേശിച്ചത് അവരൊരു വിഭാഗമാണ്. ഞാൻ അതിനെ ഒരു വലിയ വിഭാഗമെന്ന് വിളിക്കുന്നില്ല. അവരൊരു വിഭാഗമാണ്. പിന്നെ
അതുപോലെ അവരെല്ലാവരും എപ്പോഴാണോ ഞങ്ങളുടെ അനലിറ്റിക് കാര്യം എടുത്തത്, അവര് പറഞ്ഞത് ഒരുപക്ഷെ കന്നി വോട്ടർമാരിൽ ഏകദേശം 40-42% പേർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കാമെന്നാണ്. അപ്പോൾ പിന്നെ പക്ഷേ ADMKക്ക് എത്ര കിട്ടുന്നു അല്ലെങ്കിൽ DMKക്ക് എത്ര കിട്ടുന്നു എന്ന് പുറത്തുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെ അതെ, ആ വിവരം പുറത്തുവിടാൻ. പക്ഷേ അതേസമയം വിജയ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു തുടക്കക്കാരനാണ്. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആളുകൾക്ക് അറിയില്ല. അദ്ദേഹം ഇന്ന് വരെയും കളത്തിലിറങ്ങിയിട്ടില്ല. അദ്ദേഹം വെറുതെ പുറത്ത് ബസ്സുകളിൽ പ്രചാരണം നടത്തുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പാർട്ടി തുടങ്ങിയത് മുതൽ അദ്ദേഹം ഒരടി പോലും റോഡിൽ ഇറങ്ങിയിട്ടില്ല. അതൊരു വിഷയമായി തോന്നുന്നില്ല. ആളുകളെല്ലാം പറയുന്നത് അവർക്ക് വിജയം മാത്രം മതി. ഞാൻ അത് തന്നെയാണ് പ്രധാന കാര്യം. എനിക്കറിയാം, തമിഴ്നാട്ടിലെ സിനിമാ രാഷ്ട്രീയം കാണാൻ ഒരു ആരാധക വൃന്ദമുണ്ട്. ശരി, അവ കൈകോർത്തു പോകുന്നു. അതേസമയം DMK അനുകൂല വോട്ടുകളെല്ലാം വിജയ് നേടും. അദ്ദേഹം ഞങ്ങൾക്കൊരു എതിരാളിയെ അല്ല. അദ്ദേഹത്തിന്റെ പാർട്ടി പുതുതായി മുളച്ചു പൊന്തിയ ഒന്നാണ്. അദ്ദേഹത്തിന് നിശ്ചിത തത്വങ്ങളോ പ്രത്യയശാസ്ത്രമോ ഇല്ല. അല്ലെങ്കിൽ തമിഴ്നാടിനെ ഏത് വഴിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. ഒരു ഘടകത്തിൽ ഒരു ആകർഷണമുണ്ടാകും. ഒരു നടനിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ആ ആകർഷണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാത്രം മതിയാവില്ല. കുടുംബതരംഗം എന്ന് വെച്ചാൽ ഓരോ വീട്ടിലെയും അമ്മയും അവരുടെ സ്വന്തം മകളും മകനും അച്ഛനും എല്ലാവരും വരുന്നത് അവർക്കൊരു മാറ്റം വേണം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ജനങ്ങളെ കൂട്ടാൻ വേണ്ടി ഒരു രൂപ പണം പോലും ഒരിക്കലും ചെലവഴിക്കാറില്ല. DMKയും ADMKയും പണം ചെലവഴിക്കുന്നു. ഓരോരോ ആൾക്ക് 300 രൂപ, കോടിക്കണക്കിന് പണം. 1910-കൾക്ക് ശേഷവും 50 വർഷങ്ങൾക്ക് ശേഷവും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ ജനങ്ങളിൽ 82% പേർ മാറ്റം ആഗ്രഹിക്കുന്നു. ശേഷം മിസ്റ്റർ കരുണാനിധിക്കും അമ്മ ജയലളിതയ്ക്കും ജനങ്ങൾക്ക് ശക്തനായ ഒരു നേതാവിനെയും ആകർഷകത്വമുള്ള ഒരു നേതാവിനെയും വേണമായിരുന്നു. അതുകൊണ്ടാണ് തമിഴ്നാട് എപ്പോഴും സിനിമ സയൻസിൽ നിന്നുള്ള നേതാക്കളെ ആശ്രയിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇതിനകം തന്നെ ഞങ്ങളുടെ നേതാവുമായി സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഒരു ബന്ധമുണ്ട്. തീർച്ചയായും ഞങ്ങൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നു. ഞങ്ങൾ സാധാരണക്കാരന്റെ സർക്കാർ രൂപീകരിക്കും. രാജവാഴ്ചയും തമിഴിൽ ഞങ്ങൾ മോണാർക്കി എന്ന് പറയും. അത് അവസാനിച്ചിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഇനി മുതൽ രാജാവും രാജാവിനെ വാഴിക്കുന്നവനുമില്ല. ഞങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒരുപാട് താരങ്ങളെ കണ്ടിട്ടുണ്ട്. അവരിൽ ചിലർ വിജയിച്ചു. തീർച്ചയായും അവരിൽ ചിലർ മുഖ്യമന്ത്രിമാരായി. എന്നാൽ മറ്റുള്ളവർ പലരും പരാജയപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ താരങ്ങളുടെയും സൂപ്പർ താരങ്ങളുടെയും ഒരു നീണ്ട പട്ടിക ഉണ്ടായിരുന്നിട്ടും അവരിൽ പലരും പരാജയപ്പെട്ടു. എന്താണ് ചിലരെ വിജയിപ്പിക്കുന്നത്? അതായത് അവരുടെ ജനപ്രീതി വോട്ടുകളായി മാറുന്നു. എന്താണ് ചിലരെ പരാജയപ്പെടുത്തുന്നത്? അപ്പോൾ വിജയിച്ച NT രാമറാവുവിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും MG റാവു, നിങ്ങൾ സംസാരിക്കുമ്പോൾ MG രാമചന്ദ്രനാണ് ആദ്യത്തെ ഉദാഹരണം. തമിഴ്നാട്, പിന്നെ ജയലളിതയുമുണ്ട്. ഇത്രയും വലിയൊരു സിനിമാ താരമായതിനു ശേഷം അവർ വീണ്ടും വിജയിച്ചു. ഒന്ന്, ഇവിടെ പിടിച്ചു നിൽക്കാനും നിലനിൽക്കാനുമുള്ള കഴിവാണ്. പിന്നെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടനയുണ്ടാകാനുമുള്ള കഴിവ്. അവർ രണ്ടുപേർക്കും, ജയലളിത ആയാലും MG രാമചന്ദ്രൻ ആയാലും, വലിയ താരങ്ങളാകുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവേശനവും ഉണ്ടായിരുന്നു. NT രാമറാവുവിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ വിജയം നേടാനും ആ മാറ്റം വരുത്താനും തെലുങ്ക് ആത്മാഭിമാനം അല്ലെങ്കിൽ തെലുങ്കിന്റെ അഭിമാനം ഉപയോഗിച്ചു. അക്കാലത്തെ ആന്ധ്രാപ്രദേശിലെ സ്ഥിതിവിശേഷം വളരെ വിചിത്രമായിരുന്നു. അതായത് ആത്മാഭിമാനം, അതാണ് അദ്ദേഹം ഉപയോഗിച്ച വേദി. ഇത്തവണ വിജയന്റെ കാര്യത്തിൽ അവിടുത്തെ ബൂത്തല മാനേജ്മെന്റ് ദുർബലമായിരിക്കാമെന്നും യുവാക്കൾ മാത്രമാണ് വോട്ട് ചെയ്യുന്നതെന്നും നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായുള്ള വലിയ കാര്യം അവർ ആവേശഭരിതരാണെന്നതാണ്. അവർ ഇത്തവണ വലിയ തോതിൽ വോട്ട് ചെയ്യാൻ പോകുന്നു. യുവാക്കൾക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒരിക്കലും ആവേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത്തവണ അവർ വലിയ തോതിൽ വോട്ട് ചെയ്യുന്നു. പുറത്തു വന്ന് വോട്ട് ചെയ്യാൻ അദ്ദേഹം അവരോടെല്ലാം ആവശ്യപ്പെടുന്നു. അവർ മാതാപിതാക്കളെ സ്വാധീനിക്കുന്നവരായി മാറുന്നു. ഞാൻ സ്വാധീനിക്കാൻ പോകുന്നു എന്ന് പറയാൻ എൻ്റെ രക്ഷിതാവിനോട് എനിക്ക് വോട്ട് ചെയ്യാൻ. ഇപ്പോൾ അതെ, വിജയിച്ച എല്ലാ ആളുകളും, ഞാൻ ശരിക്കും സംസാരിക്കുന്നത് NT രാമറാവുവിനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു സൂയി ജനറിസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരേ ഒരാൾ. വിനോദ വ്യവസായത്തിലുള്ള ഓരോ വ്യക്തിയും അണ്ണയിൽ നിന്ന് തുടങ്ങി. പെരിയാറായിരുന്നു അണ്ണയുടെ മാർഗദർശി. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു. പിന്നെ കരുണാനിധി വന്നു. അണ്ണയായിരുന്നു അദ്ദേഹത്തിൻ്റെ മാർഗദർശി. പിന്നെ MGR വന്നു. അദ്ദേഹം കരുണാനിധിയോടൊപ്പം പ്രവർത്തിച്ചു. പിന്നെ ജയലളിത വന്നു. അവർ MGRനൊപ്പം പ്രവർത്തിച്ചു.
എൻ്റെ അനുഭവത്തിൽ NTR ഒഴികെ ആരും ഒരു പിൻബലവുമില്ലാതെ വന്നിട്ടില്ല. പവൻ കല്യാൺ പോലും അദ്ദേഹം ആദ്യമായി മത്സരിച്ചപ്പോൾ എങ്ങും എത്തിയില്ല. പവൻ കല്യാൺ ഇപ്പോൾ അദ്ദേഹം ചന്ദ്രബാബു നായിഡുവിനൊപ്പമാണ്. അതുകൊണ്ട് വേറെ താരങ്ങളൊന്നുമില്ല. ഒഴികെ നിങ്ങൾക്കറിയാമോ, അദ്ദേഹം ചൈതന്യ രഥത്തിലായിരുന്നു ശ്രീകൃഷ്ണനായി അഭിനയിച്ചുകൊണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടായിരുന്നു. പോളിംഗിൽ സംഭവിച്ചത് കാരണം അത് നിങ്ങൾക്കും എനിക്കും നന്നായി ഓർമ്മയുണ്ട്. ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അത് ഓർക്കുന്നു. ഇപ്പോൾ അതൊരു അവസാന നിമിഷത്തെ മാറ്റമായിരുന്നു. എന്തിനാണ് നിങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ ഒരു അവസാന നിമിഷത്തെ മാറ്റമായിരുന്നു. പക്ഷേ ചോദ്യം എന്തെന്നാൽ, എൻ്റെ അറിവിൽ ദക്ഷിണേന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയക്കാരനും ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചിട്ടില്ല. അദ്ദേഹത്തെ മാർഗനിർദ്ദേശം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ശരി. അതുകൊണ്ട് ഈ നിരീക്ഷണങ്ങളെ അത് മാറ്റാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതെ, അവ അങ്ങനെയല്ല. പക്ഷേ അവ വളരെ രസകരമാണ്. അപ്പോൾ നമുക്ക് കാണാം. ഒരു വലിയ താരമായിരുന്ന, വലിയ ആരാധക വൃന്ദമുള്ള വിജയകാന്തിന്റെ പേര് ഇവിടെ പരാമർശിക്കാതെ പോകാനാവില്ല. അദ്ദേഹത്തിന്റെ മരണശേഷവും നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ സംസാരിച്ച ഒരാൾ യഥാർത്ഥത്തിൽ പറഞ്ഞത് ആ വിശ്വസ്തത കാരണം അവരുടെ കുടുംബം അതേ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യുന്നത് തുടരുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് പോലും സ്വന്തമായി വിജയിക്കാൻ കഴിഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഒറ്റയ്ക്ക് നിന്ന് മൂന്നാമത്തെ ശക്തിയായി ഉയർന്നു വരാൻ അദ്ദേഹം ശ്രമിച്ചു. അതുതന്നെയാണ് വിജയം ഇപ്പോൾ ചെയ്യുന്നത്. വിജയകാന്ത് ചിരഞ്ജീവിയോടൊപ്പം വൈകുന്നേരം ചെലവഴിക്കാൻ വലിയ ജനക്കൂട്ടം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. കമൽഹാസൻ കുറച്ച് വ്യത്യസ്തനാണ്. അദ്ദേഹം കുറച്ച് അതിബുദ്ധിജീവിയാണെന്ന് അവർ പറയുന്നു. രജനീകാന്ത് ഒരു പാർട്ടി രൂപീകരിക്കുകയും 2020 അത് അടച്ചുപൂട്ടുകയും ചെയ്തു. ശരി, കൃത്യം. അദ്ദേഹം ഒരു വലിയ താരമാണ്. അതായത് അവർക്കെല്ലാം വലിയൊരു പ്രേക്ഷക വൃന്ദമുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള കഴിവ് കൂടിയതുകൊണ്ട് അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ശരി. പക്ഷേ പണ്ടത്തെ പോലെ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് NGR ആയാലും മറ്റുള്ളവരായാലും. അതായത് തമിഴ്നാട്ടിൽ അവർ ജാതി വിരുദ്ധവും പിന്നെ സാമൂഹിക നീതിയെക്കുറിച്ച് സംസാരിക്കുന്നതുമായ ഒരു പ്രത്യയ ശാസ്ത്രത്തെയാണ് പിന്തുണച്ചിരുന്നത്. സാധാരണക്കാരന്റെ പോരാട്ടങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഇവിടെ മധ്യവർഗത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും വളർച്ചയോടെ ജനങ്ങൾക്ക് അവരുടെ നായകന്മാരെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എനിക്ക് തോന്നുന്നു മാറി. അങ്ങനെയാണ് വിജയിയെ പോലെ ഒരാൾ വരുന്നത്. അദ്ദേഹം സ്വയം അവതരിപ്പിച്ചിരിക്കുന്നത് വ്യവസ്ഥിതിയെയും അഴിമതിയെയും നേരിടുന്ന ഒരാളായാണ്. എനിക്ക് തോന്നുന്നു രംഗത്തേക്ക് വന്ന ഈ ജീവിതത്തേക്കാൾ വലിയ വ്യക്തിത്വത്തിലേക്കാണ് ആളുകൾ ആകർഷിക്കപ്പെടുന്നത്. ആ ഒരു അർത്ഥത്തിൽ അദ്ദേഹം തന്റെ സിനിമകളിൽ സ്വയം അവതരിപ്പിച്ച രീതി കൊണ്ട് പണ്ട് രാഷ്ട്രീയക്കാരാവുകയോ രാഷ്ട്രീയത്തിൽ വിജയിക്കുകയോ ചെയ്ത നായകന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ്. അദ്ദേഹം വ്യത്യസ്തനാണ്. അതെ. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ വിജയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും വലിയ സ്വാധീനമുണ്ട്. വെറും ആൾക്കൂട്ടം മാത്രമല്ല, ആരോട് സംസാരിച്ചാലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട്. നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ വിജയ് എന്നാണ്. അതൊന്ന്. രണ്ടാമതായി, AIADMKയുടെ വോട്ടുകൾ അദ്ദേഹം ഭിന്നിപ്പിച്ചാൽ DMKക്ക് സംഭവിച്ചേക്കാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും അത്. അദ്ദേഹം ഏകദേശം അത്ര തന്നെ വോട്ട് നേടി AIADMKയുടെ വോട്ട് ഭിന്നിപ്പിച്ചാൽ അത് DMKയെ ഒരുപാട് സഹായിക്കും. അതിൽ നമുക്ക് കടക്കാവുന്ന മറ്റു വശങ്ങളുമുണ്ട്. എല്ലാവരും സംസാരിക്കുന്ന മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വന്നാൽ അത് സ്ത്രീകളുടെ സുരക്ഷയാണ്. സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നതാണ് പൊതുവായ പ്രതികരണം. എനിക്ക് എൻ്റെ സഹോദരിയെക്കുറിച്ച് ആശങ്കയുണ്ട്. മദ്യമുണ്ട്, മയക്കുമരുന്നുണ്ട്. അതൊക്കെയാണ് സ്ത്രീകളെ പീഡിപ്പിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. ഇത് സംസ്ഥാനത്തുടനീളമുണ്ട്. നിർണായകമായി സ്ത്രീകളുടെ വോട്ട് വളരെ പ്രധാനപ്പെട്ടതാകാം. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരുണ്ട്. ഇതാണ് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സംസ്ഥാനം. കേരളത്തിൽ പുരുഷന്മാരെക്കാൾ 2.7% കൂടുതൽ സ്ത്രീ വോട്ടർമാരുണ്ട്. തമിഴ്നാട്ടിൽ ഇത് 2.2 പട്ടികയിൽ ഏറ്റവും താഴെ മഹാരാഷ്ട്രയും ഉത്തർപ്രദേശുമാണ്. സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പുരുഷന്മാരെക്കാൾ വളരെ താഴെയാണ്. മഹാരാഷ്ട്രയിൽ 4%, ഉത്തർപ്രദേശിൽ 6.7% സ്ത്രീകൾ കുറവാണ്. എന്നാൽ ഇതുവരെ സ്ത്രീകൾ എങ്ങനെയാണ് വോട്ട് ചെയ്തത്? ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല. പുരുഷന്മാരും സ്ത്രീകളും ഇരു പാർട്ടികൾക്കും സമാനമായ വോട്ടുകൾ നൽകുന്നു. നിങ്ങൾക്ക് കണക്കുകൾ കാണാം. പുരുഷന്മാരിൽ DMKക്ക് 46 പ്രതിനിധി, AIADMKക്ക് 41, സ്ത്രീകളിൽ 47 പ്രതിനിധി.
AIADMKക്ക് 41. അതുകൊണ്ട് അതിശയിപ്പിക്കുന്ന കാര്യം സ്ത്രീ സുരക്ഷ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നതിനെക്കുറിച്ചുള്ള ഈ യഥാർത്ഥ സംസാരവും ഭയവുമാണ്. മറുവശത്ത് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷ ഏറ്റവും മികച്ചത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ 1 ലക്ഷം സ്ത്രീകൾക്ക് 23.2% കുറ്റകൃത്യ നിരക്ക്. അതേസമയം നിങ്ങൾ ഡൽഹി എടുക്കുകയാണെങ്കിൽ അവിടെ 1 ലക്ഷം സ്ത്രീകൾക്ക് 144 കുറ്റകൃത്യങ്ങളാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതരായവരിൽപ്പെട്ടവരാണ് സ്ത്രീകൾ. പക്ഷേ ഇത് എല്ലാവരും സംസാരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ വസ്തുതകളെ അടിസ്ഥാനമാക്കിയല്ലാത്ത ഒരു കാര്യത്തെ ഉയർത്തിക്കാട്ടാൻ AIADMKക്ക് കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് അവരുടെ പ്രചാരണത്തിന്റെ ഒരു കേന്ദ്രബിന്ദുവാണ്. DMK സർക്കാരിന്റെ കാലത്ത് സ്ത്രീ സുരക്ഷ ഒരു പ്രധാന വിഷയമായി സംസാരിച്ചുകൊണ്ട് അവർ ഇതിനെ ലക്ഷ്യം വെക്കുകയും അതിനാൽ അതിനെ മുൻനിർത്തി വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ വസ്തുതകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷേ ഈ ഒരു ആഖ്യാനം സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. തമിഴ്നാട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലിക്ക് പുറത്തു പോകുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഫാക്ടറികളിലായാലും നിങ്ങൾക്കറിയാമല്ലോ, വ്യവസായങ്ങളിലും മറ്റുമായാലും. അതിനാൽ അവർ യാത്ര ചെയ്യുന്നതും സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതും ഒരു വലിയ വിഷയമാണ്. യഥാർത്ഥത്തിൽ അവരിൽ ചിലർ ബസ്സുകൾ ലഭ്യമാകുന്നതിനെക്കുറിച്ചും സൗജന്യ ബസ് സർവീസിനെ കുറിച്ചും സംസാരിക്കുന്നു. അവർ പറയുന്നു അതവർ തുടങ്ങാൻ ആഗ്രഹിച്ച ഒരു നല്ല കാര്യമാണെന്ന്. പക്ഷേ അതിനു പകരം എന്തുകൊണ്ട് അവർ ഞങ്ങളെ സുരക്ഷിതരാക്കുന്നില്ല? ഞങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ബസ്സുകളുടെ എണ്ണം വളരെ പരിമിതമാണ്. DMKയിൽ ബലാത്സംഗം, കൊലപാതകം എല്ലാം നടന്നിട്ടുണ്ട്. അവരതൊന്നും കാര്യമാക്കിയില്ല. ആ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം നശിപ്പിക്കുകയാണ്. അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല അവർ. അതുകൊണ്ട് ആ DMK തന്നെ വെറുക്കുന്നു ഞങ്ങൾ. DMK എന്നൊരു പാർട്ടി കാരണമാണ് ഇത് നടക്കുന്നത്. അവരുടെ കാര്യം അത്ര ശരിയല്ല. പക്ഷേ എടപ്പാടി അവർ വന്നാൽ ഇതെല്ലാം കുറച്ച് കൺട്രോൾ ആകും. കുട്ടികൾക്ക് വെളിയിൽ കറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പേടിയാകുന്നു. ചെറിയ കുട്ടികൾ ഫ്രീ ആയി കളിച്ചുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ. ഇപ്പൊ വെളിയിൽ കറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ലൈംഗികാതിക്രമം എന്നതിനെ പേടിച്ചിട്ടാണ് ഒരുപാട് പെൺകുട്ടികൾ ജോലിക്ക് വരാൻ ഭയപ്പെടുന്നത്. സ്ത്രീകൾക്കിപ്പോൾ വന്നു നോക്കിയാൽ പരമാവധി സുരക്ഷയില്ലാതെ ഇരിക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ റോഡിലൊരു നടത്തത്തിന് പോയാൽ പോലും മാല പൊട്ടിച്ചു പോകുന്ന പോലത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുറത്ത് പോകാൻ പോലും ഭയപ്പെടുന്ന പോലത്തെ ഒരു ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോഴുള്ള രാജ്യത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. സ്ത്രീകൾക്ക് അർഹമായ സുരക്ഷയില്ല, ശരിയായ വിദ്യാഭ്യാസം ഇല്ല, ശരിയായ ഭക്ഷണമില്ല. ഒന്നും തന്നെ ഇല്ലെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. കുറവാണെന്നല്ല, തീരെ ഇല്ല. കുട്ടികളെയൊക്കെ തനിച്ചു വിടാൻ ഭയങ്കര പേടിയാണ്. ലഹരി വസ്തുക്കൾ കൂടിപ്പോയി, ശീലവും പതിവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുട്ടികൾക്ക് പ്രധാനമായും സുരക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് വീട്ടിലായാലും വീട്ടിൽ സ്ത്രീകളും കുട്ടികളും പിഞ്ചു കുഞ്ഞുങ്ങളും ഉള്ളവരെല്ലാം ചീത്തയായി പോവുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ അളവിന് സുരക്ഷയില്ലാതിരിക്കുന്നു. അതൊന്നു മാത്രമാണ് ഞാൻ പ്രധാനമായി കാണുന്നത്. 2.5 വയസ്സുള്ള ഒരു കുട്ടി മുതൽ 60 വയസ്സുള്ള ഒരു മുത്തശ്ശി വരെ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. കുട്ടികൾക്ക് സുരക്ഷ, പെൺകുട്ടികൾക്ക് സുരക്ഷ. ഒന്നാമത്തേത് DMKയുടെ 5 വർഷത്തെ ഭരണമാണ്. പ്രധാന ഘടകം സ്ത്രീ സുരക്ഷ അടിസ്ഥാനമാക്കിയുള്ള നിയമവാഴ്ചയാണ്. സ്ത്രീകൾ മാത്രമല്ല, കുട്ടികളുടെ സുരക്ഷയും. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തമിഴ്നാട്ടിൽ 8,700 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ 2,100 കൊലപാതകങ്ങൾ സ്ത്രീകളുടേതായിരുന്നു. സ്ത്രീകൾ കൊല്ലപ്പെടുകയായിരുന്നു. അതിൽ 361 പേർ കുട്ടികളായിരുന്നു. അതിൽ 38 പേർ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കുട്ടികളായിരുന്നു. തമിഴ്നാട്ടിൽ ഇതൊരിക്കലും സംഭവിച്ചിട്ടില്ല. എല്ലാ ദിവസവും 35 കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. എന്നാൽ അത് വെറും 10% മാത്രമാണ്. 90% പുറത്തു വരുന്നില്ല. നമുക്കറിയില്ല. എല്ലാ ദിവസവും 25 സ്ത്രീകൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യുന്നുണ്ട്. 62,000 കുട്ടികൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ 62,000 കുട്ടികളെ ദുരുപയോഗം ചെയ്ത ആളുകൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ 27,000 കേസുകൾ പോക്സോയാണ്. എന്തുകൊണ്ടാണ് ഇത്? കാരണം ഒരു വശത്ത് മദ്യം, മറുവശത്ത് മയക്കുമരുന്ന്, ലഹരി മരുന്നുകൾ, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം. കൂടാതെ ഇവിടെ മദ്യം വ്യാപകമാണ്. DMK അധികാരമേറ്റപ്പോൾ 35,000 കോടിയായിരുന്നു ടാസ്മാക്കിന്റെ വരുമാനം. ഇന്ന് 5 വർഷം കൊണ്ട് അത് 56,000 കോടിയാണ്. അവർക്ക് 4,800 ടാസ്മാക് കടകളുണ്ട്. ഈ മദ്യവും ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വിൽക്കുന്ന 1,500 ക്ലബ്ബുകൾ അവർക്കുണ്ട്. അവർക്ക് 25,000 സണ്ടക്കടയുണ്ട്. സണ്ടക്കട എന്നാൽ 2 ടാസ്മാക് കടകൾക്കിടയിൽ 24 മണിക്കൂറും മദ്യം വിൽക്കുന്ന കടകൾ എന്നാണ് അർത്ഥം. ടാസ്മാക്കിൽ കിട്ടുന്ന അതേ മദ്യം തന്നെയാണ് ഇവിടെ വിൽക്കുന്നത്. പിന്നെ നിങ്ങൾ എന്ത് പേര് പറഞ്ഞാലും ആ ലഹരി മരുന്നുകൾ തമിഴ്നാട്ടിൽ കിട്ടും. അത് കഞ്ചാവ് ഇവിടെ വളരെ സാധാരണമാണ്. അതുമൊക്കെയെന്നോ ഹെറോയിനോ, ഫെന്റനീലോ, ആംഫെറ്റമീനോ, LSDയോ, മീഥൈൽ ആംഫെറ്റമീനോ ആകട്ടെ, അമേരിക്കയിൽ കിട്ടുന്നത് എന്താണോ അതിവിടെ കിട്ടും. പിന്നെ നിങ്ങൾക്കിവിടെ ഇത് കിട്ടുമ്പോൾ, ഇപ്പം ഞാൻ നഗരങ്ങളിലൊന്നും കാണുന്നില്ല, എല്ലാ ഗ്രാമങ്ങളിലും നിങ്ങൾക്ക് ഇതിവിടെ കിട്ടും.
കൂടാതെ പോലീസിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കാണ്. അത് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അദ്ദേഹത്തിന് യാതൊരു ധാരണയുമില്ല. പക്ഷേ ശിഖ, രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനം എന്ന യാഥാർത്ഥ്യത്തിന് വിപരീതമായി പോകാനും പെട്ടെന്ന് സ്ത്രീ സുരക്ഷ ഏറ്റവും വലിയ വിഷയമായി മാറാനും അവർക്ക് എങ്ങനെ കഴിഞ്ഞു? എനിക്ക് തോന്നുന്നു അവിടെ അത് ഈ ആഖ്യാനം ഒരു തരം പ്രചരിപ്പിച്ചത് AIADMKയും പ്രതിപക്ഷവുമാണ്. പക്ഷേ വിജയകരമായി. പിന്നെ DMK അതിനെ നേരിടുന്നുണ്ടോ? അതെ, DMK ഉദാഹരണത്തിന് പറയുന്നത് തമിഴ്നാട്ടിൽ ഫാക്ടറികളിൽ 41% സ്ത്രീകൾ പോയി ജോലി ചെയ്യുന്നു എന്ന വസ്തുത. അതായത് ഇന്ത്യയിലെ എല്ലാ ഫാക്ടറി തൊഴിലാളികളിൽ 41% തമിഴ്നാട്ടിലാണ്. അതിനർത്ഥം സ്ത്രീകൾ പുറത്തിറങ്ങുന്നു എന്നാണ്. ഇനി അവർക്ക് അരക്ഷിതാവസ്ഥ തോന്നിയിരുന്നെങ്കിൽ അവർ പുറത്തുപോയി ഈ ഫാക്ടറികളിൽ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ ഈ സ്ഥലങ്ങളിലും അവർ ചെയ്യില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം നിങ്ങൾക്കറിയാമോ, അവരതിനെ മദ്യവുമായും മയക്കുമരുന്നുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും സ്ത്രീകൾ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്കറിയാമോ, ഗ്രാമങ്ങളിൽ മദ്യത്തിന്റെ ഉപഭോഗവും മയക്കുമരുന്നിന്റെ ഉപയോഗവും വർദ്ധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നുന്നില്ല. അതായത് ഈ വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ വരാറുണ്ട്. പക്ഷെ ഡാറ്റ, അതായത് വസ്തുതകൾ ശരിക്കും പൂർണ്ണമായും വിപരീതമാകുമ്പോൾ അതൊരു സ്വിംഗായി മാറില്ലെന്ന് അർത്ഥമാക്കുന്നില്ല. തീർച്ചയായും കഴിഞ്ഞ ദിവസം ആ മാന്യൻ പറഞ്ഞതുപോലെ ഇതൊരു പെർസെപ്ഷൻ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്. അപ്പോൾ അത് ധാരണയാണ്, യാഥാർത്ഥ്യമല്ല. പക്ഷേ MGRും ജയലളിതയുമായിരുന്നു പ്രധാന നേതാക്കൾ എന്നതും ഒരു കാരണമായി ഞാൻ കരുതുന്നു. നിങ്ങൾക്കറിയാമോ, അതൊരു കൂടുതൽ സൗമ്യമായ ഒരു പതിപ്പാണ്. അത് കരുത്തരായ DMKയുടെ ഒരു മാച്ചോ പാർട്ടിയല്ല. നിങ്ങൾക്കറിയാമോ, നിലപാട് കുറച്ചുകൂടി സൗമ്യമാണ്. അതുപോലെ വർഷങ്ങളായി അത് AIDMKയ്ക്ക് കുറച്ചുകൂടി സൗമ്യമായ ഒരു പ്രതിച്ഛായ നൽകാൻ സഹായിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതുന്നു. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, മറിച്ച് ഞങ്ങൾ സ്ത്രീകളോട് കൂടുതൽ ദയയുള്ളവരാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ. ഉദാഹരണത്തിന് തൂത്തുക്കുടിയിൽ അടുത്തിടെ നടന്ന സംഭവം, കൗമാരക്കാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്, അത് പിന്നീട് മാധ്യമങ്ങളിൽ അതിന് അത്രയധികം പ്രചാരം ലഭിച്ചതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരി, നമ്മുടെ യുവതിയായ, നിങ്ങൾക്കറിയാമോ, വീട്ടിലെ മകളോ അല്ലെങ്കിൽ വീട്ടിലെ സ്ത്രീയോ വീട്ടിന് പുറത്തിറങ്ങുമ്പോൾ സുരക്ഷിതയല്ല എന്നൊരു വൈകാരികമായ ബന്ധം സംസ്ഥാനത്തുടനീളം രൂപപ്പെട്ടു. അപ്പോൾ ആ ഒരു ആഖ്യാനമാണ് ഇവിടെ സുരക്ഷിതരല്ല എന്നതിനെക്കുറിച്ചുള്ള ആളുകളുടെ ഭാവനയെ പിടികൂടിയത്. അതെ, പക്ഷെ അങ്ങനെയല്ല. അത് വസ്തുതകൾക്ക് എതിരാണ്. അത് രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണിത്. അതാണ് വൈരുദ്ധ്യം. എനിക്ക് ഉറപ്പില്ല ഒരു കാര്യം, വസ്തുതകൾക്ക് എതിരാവുമ്പോൾ അത് യഥാർത്ഥ വോട്ടായി മാറുമോ എന്ന്. വീണ്ടും വിജയന്റെ വലിയ ജനക്കൂട്ടം വോട്ടായി മാറുമോ എന്നതുപോലെ രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമായിരിക്കെ സ്ത്രീകളെക്കുറിച്ചുള്ള ഈ പ്രചാരണം DMKയ്ക്ക് എതിരായ വോട്ടുകളായി മാറുമോ? നോക്കൂ, ഞാൻ പ്രതിപക്ഷത്താണെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്നത് എന്നെ സഹായിക്കും. അതെ, അത് ഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ശരി, അതായത് പ്രതിപക്ഷത്തിന് പ്രചരിപ്പിക്കാൻ കഴിയുന്നത് ഒരു നല്ല കാര്യമാണ്. ശരി, ആരും പറയാൻ പോകുന്നില്ല രാജ്യത്തെ ഏറ്റവും സുരക്ഷിതമായ സംസ്ഥാനമാണിത് എന്ന്. ശരി, സർക്കാർ അത് മുന്നോട്ട് വന്ന് പറയേണ്ടതാണ്. ശരി, പക്ഷേ ഒരുപക്ഷെ ആളുകൾ അത് വിശ്വസിക്കുക പോലും ചെയ്യില്ലായിരിക്കും. ശരിയാണ്. കൂടാതെ നിങ്ങൾ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിലൊന്നാണ്. ആദ്യത്തെ 5-ൽ 1 എല്ലാവരും വിവിധ കാര്യങ്ങളെക്കുറിച്ച് പരാതിപ്പെടുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നത് അവരുടെ ജോലിയാണ്. ചോദ്യം ഇതാണ്, DMK അതിനെ വേണ്ടത്ര നന്നായി പ്രതിരോധിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് സുരക്ഷാ വിഷയത്തിൽ? ഞങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നലെ പോലും ഞാൻ പ്രചാരണം നടത്തുമ്പോൾ ഞാൻ സംസാരിച്ചത് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്തും തമിഴ്നാട് വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെന്നും കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, ദേശീയ ശരാശരി ചാർജ് ഷീറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾക്കറിയാമല്ലോ, പരാതികൾ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ തമിഴ്നാട്ടിൽ 91% ദേശീയ ശരാശരി 70-ൽ കൂടുതലുമാണ്.
അതുകൊണ്ട് ഞങ്ങൾ നീതി നടപ്പാകുന്നു എന്ന് ഉറപ്പാക്കുന്ന കാര്യത്തിലും വളരെ മികച്ചതാണ്. പിന്നെ തീർച്ചയായും ആളുകൾ, നിങ്ങൾക്കറിയാമല്ലോ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ 66,000, 32,000, 47,000 എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഇതൊരു ഒഴികഴിവല്ല. ആ ഒരു സംഖ്യ പോലും ഉണ്ടാകുന്നത് ന്യായീകരിക്കാനാവില്ല. പക്ഷേ നാഷണൽ ബ്യൂറോ ഓഫ് റെക്കോർഡ്സിൽ നിന്നുള്ള കുറ്റകൃത്യങ്ങളുടെ കണക്കനുസരിച്ച് അത് പറയുന്നത് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ, എല്ലാത്തരം കുറ്റകൃത്യങ്ങളും 8,000 വളരെ കുറവാണ്. പക്ഷേ അതെ, പക്ഷേ പൊതുവായ ധാരണ എങ്ങനെയാണെന്ന് തോന്നുന്നു? ഇല്ല, അവര് സൃഷ്ടിച്ചു, അവരത് സാധിച്ചെടുത്തു. ഇല്ല, അവർ ആ ധാരണ സൃഷ്ടിച്ചെടുത്തു. പിന്നെ നോക്കൂ, എടപ്പാടി പളനിസ്വാമി എപ്പോഴാണോ പൊള്ളാച്ചി വിഷയം ഉണ്ടായത്, അദ്ദേഹം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോയി. പക്ഷെ ഇന്ന് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കെതിരെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ കുറ്റകൃത്യത്തിന്റെ ഭാഗമായവരെ അറസ്റ്റ് ചെയ്യുകയും നീതി നടപ്പാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പുവരുത്തുന്നു. എന്നിട്ടും എനിക്ക് തോന്നുന്നത് അവർക്ക് സർക്കാരിനെതിരെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാണ്. പിന്നെ ഇതാണ്, നിങ്ങൾക്കറിയാമല്ലോ, BJPയും AIADMKയും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആഖ്യാനം. മറ്റൊരു പ്രധാന വിഷയം AIADMK BJPയുമായി സഖ്യമുണ്ടാക്കുന്നതാണ്. അതൊരു നല്ല കാര്യമാണോ അതോ മോശം കാര്യമാണോ? പല തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലുടനീളവും തമിഴ്നാട്ടിലും ദേശീയ പാർട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാദേശിക പാർട്ടികളുടെ വളർച്ച ഗംഭീരമായിരുന്നു. തമിഴ്നാട്ടിലെ 2 പ്രധാന പ്രാദേശിക പാർട്ടികളായ AIADMKയെയും DMKയെയും നമുക്ക് നോക്കാം. വർഷങ്ങളായി അവരുടെ വോട്ട് ശതമാനം കുതിച്ചുയർന്നു. മറിച്ച് ഇവിടുത്തെ ദേശീയ പാർട്ടികളെ നോക്കുകയാണെങ്കിൽ വർഷങ്ങളായി അവരുടെ വോട്ടുകൾ ക്രമാനുഗതമായി കുറഞ്ഞു. അതുകൊണ്ട് ഇത് പ്രാദേശിക പാർട്ടികളുടെ ഒരു വളർച്ചയാണ്. അപ്പോൾ ഒരു ദേശീയ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നത് അതൊരു നല്ല കാര്യമാണോ അല്ലയോ? ഇവിടെയുള്ള BJPയുടെ പ്രതിച്ഛായയുടെ മറ്റ് വശങ്ങളിലേക്ക് നമുക്ക് വരാം. അത് തമിഴ്നാട്ടിൽ അത്ര മികച്ചതല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ തകർച്ച നേരിട്ട പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്ന്, അത് എല്ലാവർക്കും അറിയാവുന്നതുമാണ്, കോൺഗ്രസ് ആണ്. അത് വിനാശകരമായിരുന്നു. അവസാനമായി, ഈ പ്രാദേശിക പാർട്ടികളുടെ വളർച്ച തമിഴ്നാട്ടിൽ മാത്രമാണോ? അല്ല, അത് രാജ്യത്ത് ഉടനീളമുണ്ട്. കേന്ദ്ര സംസ്ഥാന ബന്ധം, കേന്ദ്രം സംസ്ഥാനങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള വിരോധം എന്നിവ പ്രാദേശിക പാർട്ടികൾ വളരാൻ കാരണമായി. ഇതൊന്ന് നോക്കൂ, 1991 മുതൽ അവരെത്രമാത്രം വളർന്നിരിക്കുന്നുവെന്ന്. അവർ കുതിച്ചുയർന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രതിഭാസം പ്രാദേശിക പാർട്ടികളുടെ ഉദയമാണ്. അപ്പോൾ ദൊറാബ് BJPയുമായി സഖ്യത്തിലേർപ്പെടുന്നത് AIADMKയുടെ മറ്റൊരു പിഴവാകുമോ? കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഒന്ന്, ഹിന്ദി. ഇപ്പോൾ ഈ ഡിലിമിറ്റേഷൻ ബില്ലും സഖ്യമുണ്ടാക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ജയലളിത ഇതിന് പൂർണ്ണമായും എതിരായിരുന്നു. എല്ലാവരും ഇതിനെതിരാണ്. എന്നിട്ടിപ്പോൾ EPS പോയി യഥാർത്ഥത്തിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു. അത് അവരുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ? ഞാൻ അങ്ങനെ കരുതുന്നു. കാരണം നിങ്ങൾക്കറിയാമല്ലോ, BJPയെ ഒരു ഹിന്ദി അനുകൂല പാർട്ടിയായാണ് കാണുന്നത്. അവരത് അടിച്ചേൽപ്പിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നമ്മളിൽ ഭൂരിഭാഗം പേരും അത് കുറച്ചൊക്കെ വിഴുങ്ങും, എന്നിട്ട് പിന്നീട് തുപ്പിക്കളയും. പക്ഷേ തമിഴർ 1950-കൾ മുതൽ ഈ പോരാട്ടത്തിലാണ്. ശരി, ഞങ്ങൾക്ക് ഹിന്ദി വേണ്ട. ശരി, നിങ്ങളിവിടെ ഒരു പാർട്ടിയെ കൊണ്ടുവരുന്നു. അവിടെ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു അതിന് എത്ര വോട്ടുകൾ നഷ്ടമാകുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഇപ്പോൾ വന്ന ബില്ല്, അതിനും ഹിന്ദിയുണ്ട്, അതും ത്രിഭാഷാ പദ്ധതി. നിങ്ങൾക്കറിയാമോ, ഇവിടെ 3 ഭാഷകൾ നൽകുക, വടക്ക് 2 ഭാഷകൾ. നിങ്ങൾക്കറിയാമോ, സ്വന്തം ഭാഷയെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്ന ഒരു പാർട്ടിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള നീരസമുണ്ടാക്കുന്നു. നിങ്ങൾ പോകുന്നത് ഭാഷ പുതിയതായുള്ള ആളുകൾ എന്തോ ആയിട്ടുള്ള ഒരു സംസ്ഥാനത്തേക്കല്ല. ഇതൊരു പഴയ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ഭാഷയാണ്. അതിനാൽ ഭാഷയിൽ വലിയ അഭിമാനമുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിനെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, അവരത് വളരെ വളരെ വ്യക്തിപരമായി എടുക്കും. അത് നിങ്ങൾക്ക് വോട്ടുകൾ നഷ്ടപ്പെടുത്തും. നിങ്ങൾ പറയുന്നത് ബംഗാളി ഇതിലും മികച്ചതാണ് എന്നാണോ അല്ലയോ? അല്ല, ബംഗാളിലും അതൊരു പ്രശ്നമാണ്. പക്ഷെ അല്ല, ചോദ്യം ഇതാണ്, ബംഗാളി ഒരു ഹിന്ദി കുടുംബ ഭാഷയാണെന്ന് മറക്കരുത്. ഇന്ത്യൻ ഇതൊരു പ്രത്യേക ഭാഷയാണ്. ഇതൊരു ദ്രാവിഡ ഭാഷയാണ്.
അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. പക്ഷെ കേന്ദ്രം, സംസ്ഥാനം, പുറത്തു നിന്നുള്ളവർ എന്നൊക്കെയുള്ള ആ വിഷയം അതെ, രണ്ടിനും പൊതുവായത്. അതെ, അത് കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല. കാരണം അത് കോൺഗ്രസും അത് ശരിയാണ്, ഇടതുപക്ഷം. പക്ഷേ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആ ഘടകം പ്രധാനമാണ്. ഭാഷ ഇവിടെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കൂടാതെ നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഒരുപാട് ആളുകൾ അമ്പലങ്ങളിൽ പോകാറുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ പാർട്ടികൾ DMK അത്ര അമ്പലങ്ങളെ അനുകൂലിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല. നിങ്ങൾക്കറിയാമോ, അവരെല്ലാവരും നിരീശ്വരവാദികളാണെന്ന് അവകാശപ്പെട്ടിരുന്നു. എനിക്ക് അത്ഭുതം തോന്നില്ല സ്റ്റാലിൻ പറയുന്നത് താനൊരു നിരീശ്വരവാദിയാണെന്നാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാമോ, ദൈവങ്ങളെയും ദേവതകളെയും കൊണ്ടുവരുന്നത് വോട്ടുകൾ നേടുന്നതിന് അത്ര നല്ലതല്ല. അതെ. അപ്പോൾ AIADMK BJPയുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നത് ദോഷം ചെയ്യുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 3% നിന്ന് ഉയർന്ന് 10% വോട്ട് ലഭിച്ചെങ്കിലും പക്ഷേ സാധാരണയായി അവർക്ക് ലഭിക്കുന്നത് ഏകദേശം 3%. തമിഴ്നാട്ടിൽ അവർ BJPയുമായി സഖ്യത്തിലേർപ്പെട്ടത് DMKയുടെ നേട്ടവും ADMKയുടെ നഷ്ടവും. ശരിയല്ല? അത് 2019 ഇതിനകം സംഭവിച്ചു. അതായത് 2019 വിജയത്തിൻ്റെ മാർജിൻ ADMKക്ക് അത്ര ജനപ്രീതി ഇല്ലാത്തത് കൊണ്ടായിരുന്നില്ല. കാരണം നമുക്കത് തെളിയിക്കാൻ കഴിയും. കാരണം 2 വർഷത്തിന് ശേഷം നടന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ ADMK BJPയുടെ അതേ സഖ്യത്തിന് 40% വോട്ട് ലഭിച്ചു. എന്നാൽ 2 വർഷം മുൻപ് നടന്ന MP തെരഞ്ഞെടുപ്പിൽ ADMK BJPയുടെ ഇതേ സഖ്യത്തിന് വെറും 30% വോട്ട് മാത്രമേ ലഭിച്ചു. വലിയ വ്യത്യാസം, 30 നിന്ന് 40. അപ്പോൾ BJP സഖ്യമാണ് പ്രാദേശികമാണെന്നും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നുമുള്ള ADMKയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിച്ചത്, വീണ്ടും ഞങ്ങൾ സർവേകൾ നടത്താറുണ്ട്. ഞങ്ങളുടെ സർവേകൾ വളരെ വ്യക്തമാണ്. DMK പോസിറ്റീവാണ്, നെറ്റ് പോസിറ്റീവാണ്. അതായത് കഴിയുമോ ഈ പാർട്ടി സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും നിങ്ങളുടെ വ്യക്തിത്വം സംരക്ഷിക്കുമെന്നും നിങ്ങളുടെ ഭാഷ നിലനിർത്തുമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നെറ്റ് പോസിറ്റീവാണ്. ഒരുപക്ഷെ കാലക്രമേണ +30 അല്ലെങ്കിൽ +40 അല്ലെങ്കിൽ +50. AIADMK മൈനസാണ്. അവർ BJPയുമായി സഖ്യമുണ്ടാക്കിയത് മുതൽ പോസിറ്റീവുകളേക്കാൾ കൂടുതൽ നെഗറ്റീവുകളുണ്ട്. അവർ BJPയോടൊപ്പം അല്ലാതിരുന്നപ്പോൾ അവർക്ക് മാന്യമായ പോസിറ്റീവ് റേറ്റിംഗുകൾ ഉണ്ടായിരുന്നു. അതിനാൽ അത് തീർച്ചയായും ഞങ്ങൾക്കൊരു പ്ലസ്സാണ്. കാരണം അവരവരുടെ തത്വങ്ങൾ ബലി കഴിക്കുക. നമ്മൾക്ക് കൂടുതൽ മുന്നോട്ട് പോകേണ്ടതില്ല. ഞങ്ങൾ പറയാറുണ്ട്, ഓരോ തവണയും ജയലളിത സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ആ തെറ്റ് ചെയ്തു, ഞാൻ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കില്ല, ഞാൻ ഒരിക്കലും അവരുമായി ചേരില്ല. അവരിവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരൊന്നുപോലും അംഗീകരിച്ചിരുന്നില്ല. അവർ GST അംഗീകരിച്ചില്ല, അവർ നീറ്റ് അംഗീകരിച്ചില്ല, അവർ ഉദയ് പദ്ധതി, ഊർജത്തിൻ്റെ പുനഃസംഘടന എന്നിവ അംഗീകരിച്ചില്ല. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾക്ക് ശക്തനായ ഒരു നേതാവും ശക്തമായ ഒരു പ്രാദേശിക പാർട്ടിയും ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയും. മുഖ്യമന്ത്രി തുടർച്ചയായി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊരു തെരഞ്ഞെടുപ്പാണ്. തമിഴ്നാടും NDAയും തമ്മിൽ, അല്ലെങ്കിൽ തമിഴ്നാടും ഡൽഹിയും തമ്മിൽ എന്ന വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? 1-ാം ദിവസം മുതൽ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം അതാണ്, അല്ലേ? അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം പറയുന്നു. ഇതൊരു സാധാരണ എല്ലാ റാലിയിലും അദ്ദേഹം പറയുന്നു, സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് തമിഴ്നാടും ഡൽഹിയും തമ്മിലുള്ള, തമിഴ്നാടും NDAയും അല്ലെങ്കിൽ DMKയും NDAയും തമ്മിലുള്ള തെരഞ്ഞെടുപ്പാണ്. എല്ലാ റാലിയുടെയും ടാഗ് ലൈൻ ഏതാണ്ട് ഇങ്ങനെ എന്തോ ആണ്. അതുകൊണ്ട് ഇവിടെ DMKയുടെ കേന്ദ്രപരമായ പ്രചാരണം ഡൽഹി വേഴ്സസ് തമിഴ്നാട് എന്നതായിരുന്നു. DMK പറയുന്നത് ഞങ്ങളാണ് തമിഴ്നാട് എന്നാണ്. പിന്നെ ഒന്ന് ഭാഷാ പ്രശ്നമായിരുന്നു. രണ്ടാമത്തേത് വിഭവങ്ങളുടെ വിതരണത്തിലെ എല്ലാ സാമ്പത്തിക ഒരുതരം അനീതിയായിരുന്നു. അതിനെക്കുറിച്ച് തമിഴ്നാട് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ സാമ്പത്തിക പ്രശ്നവും. മൂന്നാമത്തേത് സ്റ്റാലിനും DMKയ്ക്കും ഒരു ഏതാണ്ടൊരു നിങ്ങൾക്കറിയാമോ, ഒരു സമ്മാനമായി വന്നിട്ടുള്ള ഒന്നാണ് ഈ മണ്ഡല പുനർനിർണയ പ്രശ്നം. അതിൽ അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത് തമിഴ്നാടിൻ്റെ മാത്രമല്ല പാൻ സൗത്ത്, ഈ എല്ലാ തെക്കൻ സംസ്ഥാനങ്ങളുടെയും മണ്ഡല പുനർനിർണയത്തിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കയും ഉത്കണ്ഠയുമുള്ള സംസ്ഥാനങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ആ മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവർ ഈ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ ഇത്രയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ അദ്ദേഹം 2 കാര്യങ്ങൾ നേടുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം AIADMKയെ പോരാട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു.
അദ്ദേഹം അതിനെ ഒരു DMK വേഴ്സസ് BJP പോരാട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് TVK എങ്ങനെയോ ഒതുക്കപ്പെടുന്നു. കാരണം തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിവുള്ളത് ഞങ്ങളാണ്. എനിക്ക് തോന്നുന്നു വിജയ് ഇക്കാര്യത്തിൽ ഒരു തരത്തിൽ വളരെ തന്ത്രശാലിയായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം BJPയുടെ പ്രത്യയശാസ്ത്രത്തെ ആക്രമിക്കുന്നു. DMKയുടെ ആകട്ടെ അദ്ദേഹം അവരുടെ രാഷ്ട്രീയത്തെയാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ദ്രാവിഡ പ്രത്യയശാസ്ത്രമാണ് പിന്തുടരുന്നതെന്ന് വളരെ വ്യക്തമാക്കുന്നു. അദ്ദേഹം എതിർക്കുന്നത് DMKയുടെ രാഷ്ട്രീയത്തെയാണ്. അദ്ദേഹം DMKയെ തീയ ശക്തി, ദുഷ്ടശക്തി എന്ന് വിളിക്കുകയും BJP ആശയപരമായ ശത്രുവാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ടാണ് ആ സമയത്ത് അദ്ദേഹത്തിന് BJPയുമായി കൈകോർക്കാൻ കഴിയാതിരുന്നത്. വിജയിന്റെ പാർട്ടിയായ TVK AIADMKയുമായി ഒന്നിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായി കാണപ്പെടുമായിരുന്നു. തീർച്ചയായും അപ്പോൾ നേതൃത്വ പ്രശ്നം വലുതാകുമായിരുന്നു. അവർ കോൺഗ്രസുമായി ഒന്നിച്ചിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ കൂടുതൽ നന്നായി പ്രവർത്തിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട എങ്കിലും കോൺഗ്രസ് തീർച്ചയായും ഒരു ക്ഷയിക്കുന്ന ശക്തി, നേതാക്കൾ മാത്രമുള്ള അധികാരമില്ലാത്ത പാർട്ടി, തികച്ചും ഒരു ക്ഷയിക്കുന്ന ശക്തി. അതെ, അതുകൊണ്ടാണ് കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ വിജയുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാനും DMKയെ ഒഴിവാക്കാനും അത്രയധികം താല്പര്യം കാണിച്ചത്. അത് അങ്ങോട്ട് ശരിയായില്ല. പക്ഷേ എല്ലാ നീക്കങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നേതാക്കൾ വിജയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അവർ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കത് കൂടുതൽ നന്നായി പ്രവർത്തിക്കുമായിരുന്നു. അത് തന്നെ. അറിയാമോ, ബംഗാളിലേതുപോലെ അതേ സാഹചര്യത്തിലാണ് കോൺഗ്രസ്. അവർ ലോക്സഭയിൽ കൂടുതൽ സീറ്റുകളിലും പിന്നെ കുറഞ്ഞ സീറ്റുകളിലും മത്സരിക്കാറുണ്ടായിരുന്നു. അതെ, 3-2, 3-1, പിന്നെ 3-1, 3-2. പതുക്കെ സംഭവിച്ചത് എന്തെന്നാൽ എല്ലാവരും ഡൽഹിയിലേക്ക് നോക്കാൻ തുടങ്ങി. കോൺഗ്രസുകാർ ഡൽഹിയിലേക്ക് നോക്കാൻ തുടങ്ങി. ഈ സ്ഥലത്തെ നേതൃത്വമില്ലാതെയാക്കി. ശരിയാണ്. ഇപ്പോൾ അവർ അതിന് വില കൊടുക്കുന്നു. അവർ ഏതാണ്ട് നിലവിലില്ലാത്ത ഒരു പാർട്ടിയാണ്. മറ്റൊരു വലിയ പ്രശ്നം ഈ തിരഞ്ഞെടുപ്പുകളിലും തമിഴ്നാട് തിരഞ്ഞെടുപ്പുകളിലും ജാതിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതാണ്. ജാതിയുടെ കാര്യത്തിൽ തമിഴ്നാട് സത്യത്തിൽ വളരെ ഭിന്നജാതീയമായ ഒരു സംസ്ഥാനമാണ്. പക്ഷേ എല്ലാവരും മിക്കവാറും ഐക്യത്തോടെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായും സവർണ വിരുദ്ധ, മുന്നോക്ക ജാതി, ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പൊതുവെ മതവും ജാതിയും ഒരു ചെറിയ അനുരഞ്ജനപരമായ പങ്ക് വഹിക്കുന്നു. നമുക്ക് തമിഴ്നാട്ടിലെ വിവിധ ജാതികളെ ഒന്ന് നോക്കാം. തിരഞ്ഞെടുപ്പുകളിൽ അവയ്ക്ക് പ്രാധാന്യമുണ്ടോ എന്നും. തമിഴ്നാട്ടിലെ പ്രധാന ജാതികളെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വണ്ണിയർ, ഒരു വടക്ക് പടിഞ്ഞാറൻ ഭാഗവും ഒരു വടക്ക് കിഴക്കൻ ഭാഗവുമുണ്ട്. അവർ അല്പം വ്യത്യസ്തരാണ്. രണ്ടിലും വണ്ണിയർ ജനസംഖ്യയുടെ ഏകദേശം 36-37%. എന്നാൽ വടക്ക് കിഴക്കൻ ഭാഗത്ത് പട്ടികജാതിക്കാർ ഏകദേശം 30%, 29%. പടിഞ്ഞാറ് 36% ഗൗണ്ടർമാർക്കാണ് ആധിപത്യം. തെക്കുകിഴക്കും തെക്കു പടിഞ്ഞാറും തേവർമാർ, കൂടാതെ തെക്കു പടിഞ്ഞാറ് നാടാർമാരും ഏകദേശം 22%. എന്നാൽ വോട്ടിംഗ് രീതി എങ്ങനെ മാറുന്നു എന്ന കാര്യത്തിൽ ഇത് പ്രതിഫലിക്കുന്നുണ്ടോ? ഇതൊന്ന് നോക്കൂ. നിങ്ങൾ മാക്രോ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ദളിതർക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ DMKക്ക് ഗണ്യമായ മുൻതൂക്കമുണ്ട്. ADMKക്ക് മുന്നോക്ക പിന്നോക്ക ജാതിക്കാർക്കിടയിൽ നേരിയ മുൻതൂക്കമുണ്ട്. അതൊന്ന് നോക്കൂ. മുന്നോക്ക ജാതിക്കാർ AIADMK 45% പിന്തുണ. ഇത് 90/10 70/9 അല്ല, ഇത് 45% പിന്നെ പിന്നോക്ക ജാതിക്കാർ OBCകൾ AIADMKക്ക് 48% ഉണ്ട്. ദലിതർ, പട്ടികജാതിക്കാർ എന്നിവർക്കിടയിൽ DMKക്കുള്ള പിന്തുണ 58%. മുസ്ലിംകൾക്കിടയിൽ 77%. അതുകൊണ്ട് വിവിധ ജാതികൾക്കിടയിലെ വോട്ടിംഗ് രീതികളിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ജാതിക്ക് ഒരു അടിസ്ഥാനപരമായ സ്വാധീനമുണ്ട്. അതിനെ കുറച്ചു കാണരുത്. തമിഴ്നാട്ടിൽ നോക്കിയാൽ ഭരണപരമായ മേഖലകളേക്കാൾ തിരഞ്ഞെടുപ്പ് മേഖലകൾ, അവയിൽ ഭൂരിഭാഗവും ജാതിയെയും നഗര ഗ്രാമീണ വ്യത്യാസങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. യഥാർത്ഥത്തിൽ ചെന്നൈ ഒരു നഗരപ്രദേശമാണ്. അത് പൂർണ്ണമായും DMKക്കാണ് ലഭിക്കുന്നത്. എന്നാൽ വടക്ക് പടിഞ്ഞാറൻ ഭാഗം നോക്കൂ, അത് വണ്ണിയാർ പടിഞ്ഞാറൻ മേഖലയാണ്. അവിടെ AIADMKക്ക് ശക്തിയുണ്ട്. വണ്ണിയാർമാർ 37%. വടക്ക് കിഴക്കൻ ഭാഗത്ത് അതും വണ്ണിയാർമാർ 37% ഒരു വണ്ണിയാർ മേഖലയാണ്. എന്നിരുന്നാലും DMK ആ പ്രദേശം തൂത്തുവാരി 32 സീറ്റുകളിൽ 26 നേടി. കാരണം ആ മേഖലയിൽ പട്ടികജാതിക്കാർ 28%. തെക്കുകിഴക്കൻ ഭാഗം നോക്കിയാൽ
അത് 62% ഗ്രാമപ്രദേശമാണ്. അവിടെ DMK വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. കൂടാതെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്ത് അത് പ്രധാനമായും നഗരപ്രദേശമാണ്. AIADMK മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. വാസ്തവത്തിൽ കേരളത്തിൻ്റെ അതിർത്തിയോട് ചേർന്നുള്ള മുഴുവൻ മേഖലയിലും അതൊരു നഗരപ്രദേശമാണ്. AIADMK വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഭാഗത്ത്. AIADMK മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അത് ഗൗണ്ടർ ഭൂരിപക്ഷവും നഗരപ്രദേശവും ആയതുകൊണ്ടാണ്. ഈ ഒരു കൂട്ടുകെട്ട് അവർക്ക് ഒരു വലിയ മുൻതൂക്കം നൽകുന്നു. നഗരപ്രദേശങ്ങളിലേക്കുള്ള അവസാനത്തെ ഒരു പെട്ടെന്നുള്ള നോട്ടം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. പടിഞ്ഞാറ് AIADMK മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇടങ്ങൾ തമിഴ്നാട്ടിലെ നഗരവൽക്കരിക്കപ്പെട്ട പ്രദേശങ്ങളുമായി ഏതാണ്ട് കൃത്യമായി ഒന്ന് തന്നെയാണ്. തമിഴ്നാട്ടിൽ ഉടനീളം ഇത്തരത്തിലുള്ള വിവിധ ജാതികളുണ്ടെങ്കിലും ഒരു കാര്യം പൊതുവായുള്ളതാണ്. ഈ പ്രദേശങ്ങളിൽ ഓരോന്നിലും DMKക്ക് അനുകൂലമായ ഒരു ചലനമുണ്ട്. അതിൽ വ്യത്യാസമുണ്ടാകാം, പക്ഷേ എല്ലാം അനുകൂലമാണ്. AIADMKയുടെ കാര്യത്തിൽ നേരെ മറിച്ചാണ്. ഈ പ്രദേശങ്ങളിൽ ഓരോന്നിലും പ്രതികൂലമായ ഒരു ചലനമുണ്ട്. ആ ചലനത്തിൻ്റെ അളവിൽ മാറ്റം വരാമെങ്കിലും എല്ലാ പ്രദേശങ്ങളിലും അത് പ്രതികൂലവും DMKക്ക് അനുകൂലവുമാണ്. തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തുടനീളം ജാതി ഒരു ദൈനംദിന ഘടകമാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ജോലി സ്ഥലത്തുമുണ്ട്. ഒരു റെസ്റ്റോറന്റിൽ പോയാൽ അവിടെ ജാതിയുണ്ട്. നിങ്ങൾ ഒരു പെട്രോൾ പമ്പിൽ പോയാൽ അവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ എല്ലാം ജാതിയാണ്. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വിജയിയുടെ പാർട്ടിയിൽ പോലും വണ്ണിയർമാർക്ക് പ്രാധാന്യമുള്ള ഇടത്ത് അദ്ദേഹം ഒരു വണ്ണിയർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. മുതലിയാർമാർക്ക് പ്രാധാന്യമുള്ള ഇടത്ത് അദ്ദേഹം ഒരു മുതലിയാർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. ദേവർമാർക്ക് പ്രാധാന്യമുള്ള ഇടത്ത് അദ്ദേഹം ഒരു ദേവർക്കാണ് സീറ്റ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരസ്യമായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ കഴിയും. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഇതാണ് സ്ഥിതി. DMK അവിടുത്തെ പ്രബല ജാതിക്ക് സീറ്റുകൾ നൽകിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ എന്റെ ലക്ഷ്യം DMKയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം എന്നതാണ്. അതെ, ഭരിക്കാൻ യോഗ്യരല്ല. DMKയുടെ വോട്ടുകൾ പിന്നാക്ക സമുദായങ്ങളും അടിച്ചമർത്തപ്പെട്ട സമുദായങ്ങളും എല്ലാം രണ്ടുമായിരുന്നു. ഞാൻ പറയില്ല, നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു സമുദായമോ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗമോ പൂർണ്ണമായും വിജയന് വോട്ട് ചെയ്യുമെന്ന്. കാരണം എനിക്ക് തോന്നുന്നു ആളുകൾക്ക് മനസ്സിലാകും. നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഏതെങ്കിലും പ്രത്യയശാസ്ത്രപരമായ പശ്ചാത്തലമോ ഒരു അടിസ്ഥാന പ്രത്യയശാസ്ത്രമോ ഇല്ലെന്ന്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഞങ്ങൾക്ക് ഇതുവരെ അതെന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ജാതി ഒരു വിഷയമാണ്. പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളിലും കാണുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അതൊരു വലിയ വിഷയമാകുന്നില്ല. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് വണ്ണിയർമാർ ശക്തരാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. PMK AIADMKയുമായി ഒന്നിക്കുന്നതിന്റെ കാരണം അവർ അതിനെ ഒരു വലിയ നേട്ടമായി കാണുന്നത് ആ ശക്തികൾ ഒന്നിക്കുന്നത് കൊണ്ടാണ്. DMKക്ക് പട്ടികജാതിക്കാർക്കിടയിൽ ഒരു വോട്ട് ബാങ്ക് ഉള്ളതിനെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. വണ്ണിയർമാർക്കും പട്ടികജാതിക്കാർക്കും സംസ്ഥാനത്ത് പരമ്പരാഗതമായി ഒരു ശത്രുതയുണ്ട്. കൂടാതെ പക്ഷേ എക്സ് ഫാക്ടർ ഇവിടെ വീണ്ടും വരുന്നു. കാരണം വോട്ട് ചെയ്യുന്ന പട്ടികജാതി യുവാക്കളോ അല്ലെങ്കിൽ വണ്ണിയർ യുവാക്കളോ ജാതി പരിഗണിക്കാത്തവരാണെങ്കിൽ അവർ വിജയനെയാണ് നോക്കുന്നത്. തന്റെ സ്ക്രീൻ നെയിമായി എപ്പോഴും വിജയ് എന്ന് ഉപയോഗിച്ചിരുന്ന ഒരു വിജയ് ഇപ്പോൾ സ്വയം ജോസഫ് വിജയ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ കാണുന്ന ഒരുപക്ഷെ ഒരേ ഒരു സംസ്ഥാനം ഇതായിരിക്കും. അതൊരു വിഷയമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ മതവും, ഞാൻ പറയുന്നത് ഒരു ജോസഫ് വിജയുടെ മതം തമിഴ്നാട്ടിലെ ജനങ്ങൾക്കൊരു വിഷയമല്ല. ആരാണോ അദ്ദേഹത്തിന്റെ ആരാധകൻ അല്ലെങ്കിൽ ആരാണോ ഒരുപക്ഷെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത് അവർക്കാർക്കും അതൊരു കാര്യമാണ്. രണ്ടാമത്തെ ഭാഗം തെക്കുള്ള തേവരാണ് രാജ്യത്തിന്റെ തെക്കൻ ഭാഗം. EPS TTVയെയും ശശികലയും പാർട്ടിയിൽ നിന്നും OPSനെ പാർട്ടിയിൽ നിന്നും ഒതുക്കിയതോടെ AIADMK ഒരു ഗൗണ്ടർ പാർട്ടിയായി മാറിയതായി കാണപ്പെട്ടു. ഗൗണ്ടർ ജാതി അടിത്തറ ഉപയോഗിച്ച് അദ്ദേഹം അത് ശക്തിപ്പെടുത്തിയെങ്കിലും അത് അദ്ദേഹത്തിന്റെ ബലഹീനതയായി മാറിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതിനെയാണ് കൊങ്കു ബെൽറ്റ്, പടിഞ്ഞാറൻ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം രക്ഷിച്ച ഒരേ ഒരു പ്രദേശം അതാണ്. ശരി. അതുകൊണ്ട് സന്തുലിതമാക്കുന്നതിനായി അദ്ദേഹം ഇപ്പോൾ TTV ദിനകരനെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഒന്നിലധികം തവണ മുൻ മുഖ്യമന്ത്രിയായിരുന്ന OPSന്റെ അതിശയകരമായ കാര്യമാണ്. അദ്ദേഹം DMK പക്ഷത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തെക്ക് ഭാഗത്ത് അവർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആ തേവർ സന്തുലിതാവസ്ഥ, കാരണം OPSന് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിപരമായ നിലയുണ്ട്. അവിടെയുള്ള അദ്ദേഹത്തിന്റെ നില കാരണം അദ്ദേഹത്തിന് തന്റെ മകന് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു വശത്ത് OPS, മറുവശത്ത് TTV ദിനകരൻ. ഇത് ശരിക്കും സങ്കീർണമാണ്. പക്ഷെ നിങ്ങളത്
അത് വളരെ വ്യക്തമായി പറഞ്ഞു. വളരെ നന്ദി. നമുക്ക് നേരെ പ്രമുഖരിലേക്ക് കടക്കാം. ഇപ്പോൾ ബംഗാളിലെ ഓരോ ബംഗാളിയും ഒരു ഹെവി വെയിറ്റ് ആണെന്ന് നമുക്കറിയാം. ഇവിടെ സൂപ്പർ ഹെവി വെയിറ്റുകൾ പോലുമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് താരങ്ങളിൽ താരങ്ങൾ. 2 വലിയ സഖ്യങ്ങൾ, ആകെ 26 പാർട്ടികളുണ്ട്. അതിനാൽ അവയെല്ലാം പരിശോധിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പാർട്ടികളെ മാത്രം എടുക്കും. ദയവായി അവയെല്ലാം പരിശോധിക്കൂ. കുറഞ്ഞത് 10 സീറ്റുകളുള്ള അവയിൽ ഓരോന്നിൽ നിന്നും ഒരാളെ എടുക്കുകയും ചെയ്യും, വമ്പന്മാരെ ഒഴികെ. അപ്പോൾ നമുക്ക് AIADMKയിൽ നിന്ന് തുടങ്ങാം. AIADMKയുടെ പ്രധാന സഖ്യകക്ഷികളിൽ ഒന്നാണ് PMK. PMK 18 സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇതൊരു 1 ഇയർ പാർട്ടിയാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഡോക്ടറാണ് അൻപുമണി രാമദാസ്. അദ്ദേഹം ഒരു ലോക്സഭാ MP-യും ഒരു രാജ്യസഭാ MP-യും കൂടാതെ ആരോഗ്യമന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ സൗമ്യ അൻപുമണി ധർമ്മപുരിയിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ അത് ഒന്നാണ്. മറ്റേ പാർട്ടി തീർച്ചയായും BJP ആണ്. അവർ 27 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. അത് ഒരു ഭീകരമായ എണ്ണം സീറ്റുകളാണ്. തിരുനെൽവേലിയിൽ നിന്നുള്ള നയനാർ നാഗേന്ദ്രൻ. അദ്ദേഹം തിരുനെൽവേലിയിൽ 5 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 3 എണ്ണത്തിൽ വിജയിച്ചു. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. പക്ഷേ 2017 അദ്ദേഹം BJPയിലേക്ക് കൂറുമാറി. അതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ BJP അധ്യക്ഷനായത്. പിന്നെ നമുക്ക് AMMKയിലേക്ക് വരാം. അത് 11 സീറ്റുകളിൽ മത്സരിക്കുന്നു. അത് TTയുടെ പാർട്ടിയാണ്. ദിനകരൻ. അദ്ദേഹം ശശികലയുടെ മരുമകനാണ്. ജയലളിത കാരണമായി അദ്ദേഹം രാജ്യസഭയിലും ലോക്സഭയിലും MP ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല കാര്യം എന്തെന്നാൽ മിസ്റ്റർ ഇരുവരും, അൻപുമണിയുടെ അച്ഛനായ രാംദോസും ദിനകരൻ്റെ അമ്മായിയും തങ്ങളുടെ പിൻഗാമികൾ നന്നായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അവർ കൂടെ സ്ഥാനാർത്ഥികളെ നിർത്തി. ഇനി നമുക്ക് വലിയ പാർട്ടികളിലേക്ക് പോകാം. AIADMK 166 സീറ്റുകളിൽ മത്സരിക്കുന്നു. കൂട്ടത്തിൽ പറയട്ടെ, AIADMK സ്ത്രീകൾക്ക് 20-ൽ താഴെ സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. DMKയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവയിലൊന്നിനെയും യഥാർത്ഥത്തിൽ വനിതാ പാർട്ടികൾ എന്ന് വിളിക്കാൻ കഴിയില്ല. എടപ്പാടി പളനിസ്വാമി. അദ്ദേഹം എടപ്പാടിയിൽ നിന്ന് മത്സരിച്ചു. അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. ഇത് ഒരേ സ്ഥലത്ത് നിന്നുള്ള 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അവസാനത്തെ 3 എണ്ണം ഉൾപ്പെടെ 5 എണ്ണത്തിൽ അദ്ദേഹം വിജയിച്ചു. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 40% കൂടുതൽ ഭൂരിപക്ഷമുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയാണ്. അദ്ദേഹം 2017 മുതൽ 2021 വരെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. 2021 മുതൽ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുമാണ്. വിഴുപ്പുരത്ത് നിന്നുള്ള ശ്രീ P. ഷൺമുഖം. അദ്ദേഹം ഒരു രാജ്യസഭാ MP-യും മുൻ മന്ത്രിയുമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിഴുപ്പുരത്ത് പരാജയപ്പെട്ടു. നേരത്തെ 2011-ലും 2016-ലും വിജയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് തിരിച്ചെത്തി നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ 3ാമത്തെ ആൾ കുമാരക്കോട്ടത്ത് നിന്നുള്ള ശ്രീ P. തങ്കമണി. ഈ സീറ്റിൽ നിന്ന് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയിച്ചു. അവസാനം അദ്ദേഹം വിജയിച്ചത് 15% ഭൂരിപക്ഷത്തോടെയാണ്. കൂടാതെ അദ്ദേഹം AIADMKയുടെ EPS സർക്കാരിൽ മന്ത്രിയായിരുന്നു, അവസാന മന്ത്രി. അപ്പോൾ DMKയുടെ സഖ്യകക്ഷികളിലേക്ക് പോകാം. ആദ്യം സഖ്യകക്ഷികൾ, പിന്നെ പ്രധാന പാർട്ടികൾ. കോൺഗ്രസ് നമ്മൾ സംസാരിച്ചതുപോലെ അവർക്ക് അത്ര നല്ല നിലയിലല്ല കാര്യങ്ങൾ. 28 സീറ്റുകൾ. ഇതൊരു വളരെ പ്രയാസമുള്ള പേരാണ്. സെൽവ പെരുന്തുങ്കൈ. അദ്ദേഹം മത്സരിക്കുന്നത് ശ്രീപെരുമ്പത്തൂരിൽ നിന്നാണ്. അവിടെയാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. അദ്ദേഹം നിലവിൽ കോൺഗ്രസ് അധ്യക്ഷനാണ്. അതേ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു MLA-യുമാണ്. അദ്ദേഹം 4 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 2 എണ്ണത്തിൽ വിജയിച്ചു, 2 എണ്ണത്തിൽ തോറ്റു. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭൂരിപക്ഷം വെറും 4%. അവസാനമായി ക്യാപ്റ്റൻ്റെ പാർട്ടി DMDK. അദ്ദേഹത്തിന് 10 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രേമലത വിജയകാന്ത് വിരുദാചലത്തിൽ നിന്ന് മത്സരിക്കുന്നു. അവർ ക്യാപ്റ്റൻ്റെ വിധവയാണ്. ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള അവരുടെ ആദ്യ ചുവടുവെപ്പാണ്. ഇനി വീണ്ടും വലിയ പാർട്ടി DMK. MK കൊളത്തൂരിൽ നിന്നുള്ള സ്റ്റാലിൻ. അദ്ദേഹം 2021 മുതൽ മുഖ്യമന്ത്രിയും 2016 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവുമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം തോറ്റിട്ടുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചില സഹപ്രവർത്തകരും. അവർ തോറ്റത് 2 എണ്ണത്തിൽ മാത്രമാണ്. 1984, 1991. അവരെല്ലാവരും 2 എണ്ണത്തിൽ തോറ്റിട്ടുണ്ട്. 10ാമത്തെ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മാർജിൻ വളരെ ചെറുതാണ്, വെറും 70,000 വോട്ടുകൾ. അതുകൊണ്ട് അദ്ദേഹം അമിതമായി ആഘോഷിക്കരുത്.
പിന്നെ തീർച്ചയായും എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും വലിയ നേട്ടം. AIADMKയിൽ നിന്ന് അവർക്ക് ലഭിച്ച തേവർ മുഖമായ OPS. OPS 3 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. എന്നാൽ അത് ജയലളിത പ്രശ്നത്തിലായിരുന്നപ്പോൾ മാത്രമാണ്. അവർ മാറി നിൽക്കുമ്പോൾ ആ പദവി കാത്തു സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട അവരുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹം. ബോഡി നായ്ക്കന്നൂരിൽ നിന്നുള്ള OPS ജയലളിത പ്രതിസന്ധിയിലായിരുന്നപ്പോൾ അദ്ദേഹം 3 തവണ ചെറിയ കാലയളവുകളിലേക്ക് മുഖ്യമന്ത്രിയായിരുന്നു. എന്നാൽ അദ്ദേഹം EPSന്റെ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. അദ്ദേഹം തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം 11 ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2022 ജൂലൈയിൽ അദ്ദേഹത്തെ AIADMKയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നു. പക്ഷേ ഈ വർഷം ഫെബ്രുവരിയിൽ അദ്ദേഹം DMKയിൽ ചേർന്നു. കൂടാതെ പാർട്ടിയിലേക്ക് ശക്തനായ ഒരു തേവർ മുഖത്തെ കൊണ്ടുവരുന്നത് DMKയ്ക്ക് ഒരു വലിയ നേട്ടമാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ദീർഘകാലമായി ഈ രംഗത്തുള്ള ഒരു മാന്യനുണ്ട്, കാട്ടാപ്പാടിയിൽ നിന്നുള്ള ദുരൈ മുരുകൻ. അദ്ദേഹം 12 തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം പരാജയപ്പെട്ടതും അതേ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് 1984-ലും 1991-ലും. അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ്. കൂടാതെ 87 വയസ്സുള്ള അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കൂടിയ മുഖമാണ്. പിന്നെ തീർച്ചയായും ഉള്ളത് മിസ്റ്റർ P. ത്യാഗരാജൻ, മുൻ ഇപ്പോഴത്തെ IT മന്ത്രി, മുൻ ധനമന്ത്രി, മധുരൈ സെൻട്രലിൽ നിന്ന്. ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് 20% ഭൂരിപക്ഷം ലഭിച്ചു. അവസാനമായി തിരുച്ചുഴിയിൽ നിന്നുള്ള തങ്കം തെന്നരശ്. ഇത് അദ്ദേഹത്തിൻ്റെ 7ാമത്തെ തെരഞ്ഞെടുപ്പാണ്. തിരുച്ചുഴിയിൽ നിന്നുള്ള കഴിഞ്ഞ 3 എണ്ണത്തിലും അദ്ദേഹം വിജയിച്ചു. അവസാനത്തേത് 35% ഭൂരിപക്ഷത്തോടെ. 2023 മുതൽ അദ്ദേഹം ധനമന്ത്രിയാണ്. 1 വർഷം മുൻപ് അദ്ദേഹം വ്യവസായ മന്ത്രിയായിരുന്നു. ഇപ്പോൾ നമ്മൾ TVKയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു വിനോദമാകാം. DMKയുടെ ചിഹ്നം ഉദയസൂര്യനാണ്. ഇപ്പോൾ നമുക്ക് ഉദയസൂര്യനായ ഉദയനിധി സ്റ്റാലിനുമുണ്ട്. അദ്ദേഹമാണ് ഉദയസൂര്യൻ. അദ്ദേഹം മത്സരിച്ചത് ചേപ്പാക്കിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തിന് 50% എന്നൊരു ചെറിയ ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സുരക്ഷിതനായിരിക്കണം. പക്ഷെ ചോദ്യം ഇതാണ്, അദ്ദേഹം ഒരു സിനിമാ നിർമ്മാതാവാണ്, ഒരു നടനാണ്, ഒരു സിനിമാ വിതരണക്കാരനാണ്. അദ്ദേഹം ആദ്യമായി ഒരു സിനിമ നിർമ്മിച്ചത് 2008-ലാണ്. അപ്പോൾ ആരായിരുന്നു നടൻ എന്ന് നിങ്ങൾ കരുതുന്നു? വിജയ്. എൻ്റെ ദൈവമേ, ശരിക്കും? അതെ. അപ്പോൾ അദ്ദേഹവും വിജയും ഇപ്പോൾ അങ്ങനെയല്ലെന്ന് ഞാൻ ഊഹിക്കുന്നു. വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ സിനിമാ വ്യവസായത്തിലെ ഒരു വലിയ ആളാണ്. ഇനി നമ്മൾ ആ മഹാനിലേക്ക് തന്നെ വരുന്നു, മിസ്റ്റർ വിജയ്. അദ്ദേഹം TVKയുടെ നേതാവും 2024-ൽ പാർട്ടിയുടെ സ്ഥാപകനുമാണ്. മറ്റേതൊരു പാർട്ടിയേക്കാളും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നു. അദ്ദേഹം 2 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, പേരമ്പൂരും തിരുച്ചുളപ്പള്ളി ഈസ്റ്റും. അദ്ദേഹം ഇപ്പോൾ വ്യക്തമായും സ്ക്രീനിലെ ഏറ്റവും വലിയ താരമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ 400 കോടി മുതൽ 360 കോടി വരെ നേടുന്നു. കൂടാതെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന് വളരെ എളിമയോടെ പേരിട്ടിരിക്കുന്ന ഒരു സിനിമയും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കുഴപ്പമില്ലാതെ പോകുന്നു. അദ്ദേഹം 2024-ൽ TVK രൂപീകരിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം വലിയ പ്രേക്ഷകരെ ആകർഷിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. അത് വിജയിച്ചോ എന്ന് മെയ് 4-ന് നമ്മൾ കണ്ടെത്തും. മുൻപ് അദ്ദേഹം ക്യാപ്റ്റനൊപ്പം പ്രവർത്തിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഇളയ ദളപതി എന്നറിയപ്പെട്ടിരുന്നു, അതായത് ചെറിയ കമാൻഡർ. ഇപ്പോൾ ക്യാപ്റ്റൻ പോയതുകൊണ്ട് അദ്ദേഹം ദളപതിയാണ്, അത്രയേ ഉള്ളൂ. വളരെ രസക. അപ്പോൾ ഒരു പരിധിവരെ മുൻപ് ആരെങ്കിലും പരിശീലിപ്പിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചത് ക്യാപ്റ്റനാണ്. അദ്ദേഹം പ്രവർത്തിച്ചില്ല. അതെ, അദ്ദേഹമായിരുന്നു. അദ്ദേഹം ക്യാപ്റ്റന്റെ ശിഷ്യനായിരുന്നില്ല. പക്ഷേ അദ്ദേഹം സിനിമകളിൽ ക്യാപ്റ്റനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെ, രാഷ്ട്രീയത്തിലല്ല. അതെ. ഓ ശരി. അദ്ദേഹം സിനിമകളിൽ ക്യാപ്റ്റനോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. കൗതുകകരം. വാവ്, ഒരുപാട് വമ്പന്മാർ. അതെ. ശരി, ഇനി നമുക്ക് അവസാനമായി ഈ തെരഞ്ഞെടുപ്പ് ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നതിൻ്റെ സൂചകങ്ങൾ എന്തൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം. ഒന്നാമതായി, വോട്ടുകളിലെ ചാഞ്ചാട്ടങ്ങളോട് സീറ്റുകൾ വളരെ സെൻസിറ്റീവായ ഒരവസ്ഥയാണിത്. DMKക്കെതിരായി 3% ഒരു ചെറിയ ചാഞ്ചാട്ടം. അതോടെ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവിച്ചേക്കാം. അത്രയ്ക്കും സെൻസിറ്റീവാണ്. മറ്റുള്ള സൂചകങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്ന് ഉപതെരഞ്ഞെടുപ്പുകളാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ DMK എത്ര മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് നോക്കൂ. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു.
അതിൽ DMKക്കുണ്ടായ വോട്ട് ചായ്വ് +14% ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ADMKക്ക് എതിരായ വോട്ട് ചായ്വ് -10% ആയിരുന്നു. AIADMKയെ സംബന്ധിച്ചിടത്തോളം അത് അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു സൂചകമാണ്. AIADMKക്ക് ആശങ്കയുണ്ടാക്കുന്ന മറ്റൊരു ഘടകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. 2022 നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ DMK അക്ഷരാർത്ഥത്തിൽ തൂത്തുവാരി. മുനിസിപ്പൽ കോർപ്പറേഷനിൽ അവർക്ക് ഏകദേശം 5 ഇരട്ടി കൂടുതൽ ലഭിച്ചു. മുനിസിപ്പാലിറ്റിയിൽ 3 ഇരട്ടി, 3 മുതൽ 4 ഇരട്ടി വരെ കൂടുതൽ. ടൗൺ പഞ്ചായത്തുകളിൽ AIADMK, BJP എന്നിവർക്ക് ഒരുമിച്ച് കിട്ടിയതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി കൂടുതലും ലഭിച്ചു. അതുകൊണ്ട് DMKക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു സൂചനയാണത്. AIADMKയെ ഒരുപക്ഷെ അത് ആശങ്കപ്പെടുത്തുകയും ചെയ്യാം. പക്ഷേ അത് 4 വർഷം മുൻപായിരുന്നു. അതിനാൽ 4 വർഷം കൊണ്ട് കാര്യങ്ങൾ മാറും. അവസാനമായി അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സൂചകങ്ങളുടെ കാര്യമോ അതൊന്ന് നോക്കൂ. AIADMKക്ക് യഥാർത്ഥത്തിൽ കുത്തനെ ഇടിവുണ്ടായി. BJP കുത്തനെ ഉയരുകയും ചെയ്യുന്നു. പക്ഷെ ആദ്യം DMK അത് 45-ൽ നിന്ന് ഏകദേശം 47 ഉയർന്നു. AIADMKയുടേത് 33-ൽ നിന്ന് 23 കുറഞ്ഞു. 2021 അസംബ്ലി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ അത് 10% ഒരു ഇടിവാണ്. BJP 2.6-ൽ നിന്ന് 11.3-ലേക്ക് ഉയർന്നു. അതൊരു വലിയ മെച്ചപ്പെടലാണ്. പിന്നെ PMK ഏകദേശം 4% മാറ്റമില്ലാതെ തുടർന്നു. വീണ്ടും DMKക്കും BJPക്കും ചെറിയൊരു പോസിറ്റീവ് വാർത്തയാണ്. രണ്ടുപേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും തരക്കേടില്ലാതെ ചെയ്യുന്നു. ലോക്സഭയുടെ കാര്യം വരുമ്പോഴും അസംബ്ലിയുടെ കാര്യം വരുമ്പോഴും തമിഴ്നാട്ടിലെ വോട്ടർമാരുടെ പെരുമാറ്റ ശാസ്ത്രം വ്യത്യസ്തമാണ്. അതുകൊണ്ട് അസംബ്ലി ആഖ്യാനവും ഭരണാധികാരികളെ സംബന്ധിച്ച അന്തർധാരയും തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രമേ നമുക്കറിയാൻ സാധിക്കൂ. ഞങ്ങൾ തുടക്കം മുതൽ വളരെ വ്യക്തമായിരുന്നു, അത് ദ്രാവിഡ പ്രമുഖർ തമ്മിലാണ്. AIADMK വേഴ്സസ് DMK. പക്ഷേ ഒരു പുതുമുഖത്തിന് സ്വയം സ്ഥാനമുറപ്പിക്കേണ്ടതുള്ളതുകൊണ്ട് അയാൾക്ക് ഭരണാധികാരിയെ വെല്ലുവിളിക്കേണ്ടി വരും. അതുകൊണ്ട് TVK മിസ്റ്റർ വിജയ് DMKയ്ക്ക് ഒരു ബദലായി സ്വയം സ്ഥാനമുറപ്പിക്കാൻ തുടങ്ങി. അതിലൂടെ ഞങ്ങൾ ജയിക്കാതിരിക്കാനായി ഭരണവിരുദ്ധ വോട്ട് തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ അതവരെ സഹായിക്കുമെന്ന് DMK വിശ്വസിച്ചു. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയും ചലനാത്മകതയും വളരെ വേഗത്തിൽ മാറി. ഇപ്പോൾ അത് ദ്രാവിഡ പ്രമുഖർ തമ്മിലാണ്. അതാണ് അടിസ്ഥാന യാഥാർത്ഥ്യം. അവസാനമായി അഭിപ്രായ സർവേകൾ എന്താണ് പറയുന്നത്? ഇതാ അവ. ഇതൊരു പോൾ ഓഫ് പോൾസ് ആണ്. നിരവധി അഭിപ്രായ സർവേകൾ ഒരുമിച്ച് ചേർത്തുള്ളത്. ഓർക്കുക, ഭൂരിപക്ഷം 118 പോൾ ഓഫ് പോൾസ് പറയുന്നത് DMK സഖ്യത്തിന് 143 ലഭിക്കുമെന്നാണ്. അത് പകുതി എന്ന സംഖ്യയേക്കാൾ കുറച്ച് അല്ല, ഗണ്യമായി കൂടുതലാണ്. BJPയോടൊപ്പമുള്ള AIADMKക്ക് 82 ലഭിക്കും. വിജയുടെ പാർട്ടിയായ TVKക്ക് 8, മറ്റുള്ളവർക്ക് 1 ലഭിക്കും. അപ്പോൾ 143, 82, 8, 1 എന്നിങ്ങനെ DMKക്ക് വ്യക്തമായ ഒരു വിജയം കാണിക്കുന്നു. പക്ഷേ തമിഴ്നാട്ടിലെ പോളുകൾ എത്രത്തോളം കൃത്യമാണ്? യഥാർത്ഥത്തിൽ അവ വളരെ കൃത്യമാണ്. വർഷങ്ങളായിട്ടുള്ള കൃത്യതയുടെ നിരക്ക് 90%. ഒരുപക്ഷെ അതിന് കാരണം തമിഴ്നാട്ടിലെ സർവേകളിൽ പ്രതികരിക്കുന്നവർ സത്യം പറയുന്നു എന്നതാണ്. അതുപോലെ 90% എന്നത് വളരെ നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ആണ്, അല്ലേ? വളരെ നല്ലത്, മികച്ച സ്ട്രൈക്ക് റേറ്റ്. ബംഗാളും ഏകദേശം അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓ, ബംഗാൾ മുഴുവൻ സത്യസന്ധമാണ്. ചിരിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് ആ തദ്ദേശ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത്. അതെ, അറിയാമോ, മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അത് നിങ്ങൾക്ക് ഒരു അടിസ്ഥാന സൗകര്യം നൽകുന്നു. നിങ്ങൾ പ്രാദേശിക തലങ്ങളിൽ വിജയിച്ചാൽ ശരിയാണ്, അത് നിങ്ങൾക്ക് പ്രാദേശികമായി കൂടുതൽ സ്വാധീനം നൽകുന്നു. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ താരതമ്യേന കൂടുതൽ സജ്ജരായിരിക്കും. ഇതിനിടയിൽ കാര്യങ്ങൾ DMKക്ക് അനുകൂലമായി നീങ്ങുന്നതായി തോന്നുന്നു. പക്ഷേ ഇപ്പോൾ വിജയ് വരുന്നു. പക്ഷേ പോളുകൾ പറയുന്നത് അദ്ദേഹം അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നാണ്. എന്നാൽ പുതിയ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പോളുകൾ പലപ്പോഴും അത്ര കൃത്യമാകാറില്ല. അപ്പോൾ മൊത്തത്തിൽ ഇത് DMKക്ക് അനുകൂലമാവുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഈ പ്രചാരണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ യഥാർത്ഥത്തിൽ AIADMKയെ കുറിച്ച് ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല.
അവരെ ആ ചർച്ചകളിലൊന്നും ഒട്ടും കേട്ടിരുന്നില്ല. അവരേതാണ്ട് തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്തതുപോലെയായിരുന്നു. അതൊരു TVK DMK പോരാട്ടമാണെന്ന് തോന്നിയിരുന്നു. ഒരു 3% സ്വിങ്ങിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ DMKയെ കുഴപ്പത്തിലാക്കാൻ കഴിയും. വിജയ് വരുന്നതോടെ പല സീറ്റുകളിലെയും മാർജിൻ വളരെ വളരെ കുറവായിരിക്കുമെന്ന് DMK തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് 26 പാർട്ടികളുടെ ഈ സഖ്യം ഒരു റിസ്ക്കും എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയാണ്. അതുവഴി ആ ഏതാനും 1000 വോട്ടുകൾ പോലും ഒരു പ്രത്യേക നിയോജക മണ്ഡലത്തിൽ DMDK വെറും 2000-ഓ 3000-ഓ 4000-ഓ വോട്ടുകൾ മാത്രം കൊണ്ടുവന്നാൽ പോലും അത് നിർണായകമായേക്കാം. അതുകൊണ്ടാണ് DMK 26 പാർട്ടികളെ ചേർത്ത് ഇത്രയും വലിയൊരു സഖ്യമുണ്ടാക്കിയത്. ശരി. അപ്പോൾ ആരാണ് ജയിക്കുന്നത്? അപ്പോൾ ഒരു രസകരമായ ലളിതമായ ചോദ്യം. വിജയെക്കുറിച്ചുള്ള ഒരു രസകരമായ കാര്യം ഞാൻ എവിടെയോ വായിച്ചത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ ജാതിയോ മതമോ ഒന്നും ചേർക്കാതെ അദ്ദേഹം ഒരു തമിഴനാണെന്ന് മാത്രം പറഞ്ഞു എന്നതാണ്. അതുകൊണ്ട് വിജയ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പോലും അദ്ദേഹം എപ്പോഴും വിജയ് ആയിരുന്നു, ജോസഫ് വിജയ് ആയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം തൻ്റെ പ്രചാരണം ആരംഭിച്ചതിന് ശേഷം അങ്ങനെയായി. എന്നാൽ രസകരമായ മറ്റൊരു കാര്യം, ഈ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ആ പ്രഖ്യാപനം നടത്തിയത് ഒരു ഇഫ്താർ പാർട്ടിയിൽ വെച്ചായിരുന്നു. അപ്പോൾ വിജയ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മതമില്ലാത്ത, ജാതിയില്ലാത്ത, പ്രത്യയശാസ്ത്രമില്ലാത്ത, താഴെത്തട്ടിൽ സംഘടനയില്ലാത്ത ഒരാളാണ്. എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ എക്സ് ഫാക്ടർ അദ്ദേഹമാണ്. ശരിക്കും അത്ഭുതം തന്നെ. പിന്നെ അവർ അതൊരു പ്രചാരണമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവർ നോക്കൂ, ഇയാൾ ജോസഫ് വിജയ് ആണ് എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അത് തിരിച്ചടിച്ചു. വിജയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലെ ചില സംഭവങ്ങൾ വെച്ച് അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചതെല്ലാം തിരിച്ചടിച്ചതായി തോന്നി. 2 പാർട്ടികളും വലിയൊരളവിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഒഴിവാക്കുന്നതിന്റെ ഒരു കാരണവും അതാണ്. അവർ ഇപ്പോഴും അങ്ങനെയാണ് പെരുമാറുന്നത്. അതായത്, ഞങ്ങൾ കനിമൊഴിയുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഇതൊരു ത്രികോണ മത്സരമല്ല, ഞങ്ങൾ ഇപ്പോഴും ഇതിനെ ഒരു 2 കോണ മത്സരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആരാണ് ജയിക്കുന്നത്? ദൊറാബ്, നിങ്ങൾക്കറിയാമോ? അതോ നിങ്ങൾക്കത് പരസ്യമായി പറയാൻ ആഗ്രഹമുണ്ടോ? ഇല്ല, പരസ്യമായിട്ടല്ല. മനസ്സിലായി. പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ പോളുകൾ സാധാരണയായി ശരിയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് തോന്നുന്നത് ജയലളിത പോയതോടെ AIADMKയുടെ തീ അണഞ്ഞുപോയി. അതേ കരിഷ്മയുള്ള ഒരു നേതാവിനെ പകരം വെക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമോ, 40 മുതൽ 50 വർഷം വരെ AIADMK കരിഷ്മയിലാണ് ജീവിച്ചിരുന്നത് എന്ന് മറക്കരുത്. ആദ്യം MGR, പിന്നെ ജയലളിത. അതുകൊണ്ട് അതൊരു വ്യക്തിപ്രഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ള പാർട്ടിയാണ്. ഇതൊരു ഉറച്ച തമിഴ് ആധിപത്യമുള്ള പാർട്ടിയാണ് DMK. അതുകൊണ്ട് അവർക്ക് സൂപ്പർ സ്റ്റാറുകളില്ല, ഫലത്തിൽ ആരുമില്ല. അതുകൊണ്ട് അത് ഒരുപക്ഷെ ശരി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമാണെന്ന് നിങ്ങൾക്ക് കാണാം. പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു ഗ്രാഫിക് ഇതാ. ഒന്നാമത്തേത് ഭരണവിരുദ്ധ വികാരം, അത് DMKക്ക് എതിരാണ്. രണ്ടാമത്തേത് സ്ത്രീ സുരക്ഷ ഒരു വിഷയമായി കാണപ്പെടുന്നു എന്നത് യഥാർത്ഥത്തിൽ കണക്കുകൾ കാണിക്കുന്നത് സ്ത്രീകൾക്ക് ഇത് വളരെ സുരക്ഷിതമായ ഒരു സംസ്ഥാനമാണെന്നാണെങ്കിലും പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടാകും? അത് DMKക്ക് എതിരായേക്കാം. പ്രാദേശിക പാർട്ടികളുടെ വളർച്ച പ്രധാനമാണ്. BJPയുമായി സഖ്യമുണ്ടാക്കിയത് AIADMKക്ക് പറ്റിയ ഒരു തെറ്റായിരിക്കാം. ദേശീയ പാർട്ടികൾ തളരുകയും പ്രാദേശിക പാർട്ടികൾ ഉയർന്നു വരികയുമാണ്. പിന്നെ തീർച്ചയായും ഈ അത്ഭുതകരമായ പുതിയ ഘടകമുണ്ട്, സൂപ്പർ സ്റ്റാർ വിജയ്. വൻ ജനക്കൂട്ടങ്ങൾ, അത് വോട്ടുകളായി മാറുമോ? അത് ഭരണവിരുദ്ധ വോട്ട് ചോർത്തുമോ? അത് DMKയെ ഒരുപാട് സഹായിച്ചേക്കാം. സൂചനകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, പോളുകൾ എന്നിവയെല്ലാം DMKക്ക് അനുകൂലമായാണ് കാണിക്കുന്നത്. പിന്നെ ഒടുവിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ മണ്ഡല പുനർനിർണയം ഒരു പ്രധാന ഘടകമായി ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ദൊറാബ്, ഇത് 50-50 ആണ്. എന്തും സംഭവിക്കാം. അതാണോ നിങ്ങൾ പറയുന്നത്? എല്ലാം ആശ്രയിച്ചിരിക്കും. നമുക്ക് കണ്ടറിയാം. എല്ലാം ആശ്രയിച്ചിരിക്കും. വീക്ഷിച്ചതിന് വളരെ നന്ദി. ഇത് സങ്കീർണമായൊരു കഥയാണ്. ഞങ്ങൾ ചില പ്രശ്നങ്ങൾക്ക് ഒരുവിധം വ്യക്തത വരുത്തിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ വീണ്ടും കാണാം. കൗണ്ട് ഡൗൺ കണ്ടതിന് നന്ദി.